രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ച വാക്യം 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ തിരുവെഴുത്താണല്ലോ. ആ തിരുവെഴുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. മതി, ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. ഇന്നലെ രാത്രിയിൽ തിരുവചനം ധ്യാനിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് ഈ രാത്രിയിലും ഒന്നിച്ചു കൂടുവാൻ സാവകാശം ലഭിച്ചതിനാൽ സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിലും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ വിശേഷ കൃപ നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനമാണ് ഇന്നലെ രാത്രി വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചത്. ഇന്ന് സന്ധ്യയിലും തുടർന്ന് ഉള്ള ഭാഗങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാനൗകയ പരമേശ പാഹിമാം ദേവാദേവ പാവന രൂപ പാഹിമാം ദേവ നിധിയൻ ഗളത്തിന്മേൽ ഓങ്ങിയ കരവാളം നിധിയൻ ഗളത്തിന്മേൽ ഓങ്ങിയ കരവാളം വിധമാക്കിയ ജഗത്രാതാവേ ശരണം നീ പാഹിമാം ദേവ പാഹിമാം ജീർണമാം വസനത്താൽ ചാതിതനായൊരെന്നെ ജീർണമാം വസനത്താൽ ചാതിതനായൊരെന്നെ പൂർണ്ണ ശുഭ്രമാവങ്കി തൂർണം ധരിപ്പിച്ചോനെ പാഹിമാം ദേവ ദേവാ പാവന രൂപ പാഹിമാം ദേവ ദേവ പാവന രൂപ പാഹിമാം ദേവ ദേവ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് ഇന്നലെ രാത്രിയിൽ നമുക്ക് ദൈവവചനം ധ്യാനിപ്പാൻ അവസരം ലഭിച്ചു. ഈ സന്ധ്യയിലും ഒന്നിച്ചു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട ജെയിംസ് പാസ്റ്റർ ചില വർഷങ്ങളായിട്ട് മാന്യ കർത്തൃദാസനുമായുള്ള അടുത്ത ആത്മീക ബന്ധത്തിനായിട്ട് സ്തോത്രം. കർത്തൃദാസി ഉള്ള സമയത്തും ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുവാനും ഭവനത്തിൽ ചെന്ന് രക്ഷിപ്പാനും വിവിധ നിലകളിൽ കൂട്ടായ്മ ആചരിപ്പാൻ പല ആവർത്തി ദൈവം കരുണ ചെയ്തു. നാട്ടിൽ അദ്ദേഹം വന്നപ്പോഴും തിരുവല്ലായിലെ സഭയിൽ വരുവാനും കർത്താവിനെ ശുശ്രൂഷിപ്പാനിടയായി. അദ്ദേഹത്താൽ നടത്തപ്പെടുന്ന ബൈബിൾ സ്കൂളിലും പല സന്ദർഭങ്ങളിൽ പോയി വചനം ശുശ്രൂഷിപ്പാനും വിവിധ നിലകളിൽ സഹകരിപ്പാനും ഇടയായിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. കർത്തൃദാസനും പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു.
ചില ആഴ്ചകൾക്ക് മുമ്പാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചത്. എന്നാൽ വരുവാൻ സാധിക്കാഞ്ഞത് കൊണ്ട് വീണ്ടും അങ്ങനെ ക്രമീകരിച്ചു. അതിനും നന്ദി ചൊല്ലുന്നു. ദൈവം സഹായിക്കട്ടെ. പരിചിതരായ എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധിക്കൽ വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാന്യ ദൈവദാസൻ ജോൺസൺ ജോർജ് അവർകൾ, അദ്ദേഹത്തെ ചിലർക്ക് ചിലപ്പം ചരിത്രം അറിയത്തില്ല. കേരളത്തിലെ പ്രശസ്തരായ ദൈവദാസന്മാരിൽ വളരെ പേരുള്ള ഒരു കർത്തൃദാസനായിരുന്നു വണ്ടംമേട് യാക്കോച്ചായൻ. വണ്ടംമേട് യാക്കോച്ചായൻ്റെ ജ്യേഷ്ഠൻ്റെ കൊച്ചുമകനാണ് മാന്യ കർത്തൃദാസൻ. അവർ മാട്ടയിലെ ഭവനങ്ങൾ അവിടെ പലരുമായിട്ട് എനിക്കും അടുത്ത ആത്മീയ ബന്ധമുണ്ട്. അദ്ദേഹവുമായിട്ട് ദീർഘവർഷത്തെ ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കായാലും പഴക്കം അദ്ദേഹവുമായിട്ട്. അദ്ദേഹം മണക്കാല തിയോളജിക്കൽ സെമിനാരിയിലാണ് പഠിച്ചത് ആദ്യം. അതിനുശേഷം വീണ്ടും ഒക്കെ ഒത്തിരി പഠിത്തം പഠിച്ചതാണ്. അപ്പോൾ അന്ന് മുതലുള്ള ആത്മീക ബന്ധമാണ്. തന്നെയുമല്ല, അന്ന് അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂർ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനായിരുന്നു ജോർജ് ചായൻ. അപ്പോൾ ആ ചായനും കൊച്ചമ്മയും. അപ്പം ഞാൻ ആ വീട്ടിൽ പോയി. എൻ്റെ ശുശ്രൂഷയുടെ ഇറങ്ങിയ സമയത്താണ്, ഞാനും ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് അവിടെ പോയി പാർത്ത് ഏറെ ദിവസങ്ങൾ അവിടെ പാർത്ത് ശുശ്രൂഷ ചെയ്യുവാനും ഒന്നിച്ച് അവിടെ പലയിടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ഇടയായിട്ടുണ്ട്. കണ്ണൂർ എന്നെ പരിചയപ്പെടുത്തിയതും കൊണ്ടുപോയതും കർത്തൃദാസന്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും എല്ലാം കർത്താവിൻ്റെ വേലയിൽ വളരെ ശോഭിക്കുന്നവരാണ്. മൂത്ത പെങ്ങൾ അലിസമാമ്മ അന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ താല്പര്യമായിരുന്നു. യോജനമൊക്കെ പഠിച്ച് അവിടെ പെങ്ങന്മാരെല്ലാം, തങ്കമാമ കടന്നുപോയി, അമ്മണി മാമ, ജോളമ്മാമ, അവരെല്ലാവരും സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ. അങ്ങനെ നല്ല ആത്മീക ബന്ധത്തിനായി സ്തോത്രം. ഈ ഉന്തിൻ്റെ കൂടെ തള്ളെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നമുക്ക് വേണ്ടപ്പെട്ടതാണ് ചങ്ങനാശ്ശേരിയിൽ. എല്ലാ നല്ല ബന്ധങ്ങൾക്കായിട്ട് സ്തോത്രം. മാത്രവുമല്ല, ഇവിടെ ഇരിക്കുന്ന പലരുമായിട്ടും വളരെ ആത്മീയ ബന്ധമുണ്ട്. തോമാച്ചായനും പൊന്നമാമി ഇന്നലെ വരാനില്ലെങ്കിൽ ഞാൻ അങ്ങ് വിട്ടും പോയി, കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ന് വരാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ പുള്ളി വിശ്വാസത്തോടെ പോകുന്നു. ഞങ്ങൾ വാതൊക്കെ ചെന്ന് വിളിയോട് വിളിയാണ്. അപ്പം പറഞ്ഞു ജെയിംസ് ഫാസ്റ്റിന് കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെ അവിടെ ഫ്യൂണറലിലും പോകണമായിരുന്നു. തോമാച്ചായന് ഇവിടുന്ന് നാട്ടിൽ വരുമ്പോൾ തിരുവല്ല സഭയിലാണ് വരുന്നത്, അവിടുത്തെ മെമ്പറാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൂടെ പറയും രണ്ടുപേരും, ഞങ്ങൾ അവിടുത്തെ മെമ്പറാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അങ്ങ് സംശയം തോന്നുക എന്നാണ് തോന്നുന്നത്. ആ മാന്യ കർത്തൃദാസന് ഞങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ ഒന്നിച്ച് എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുവാനിടയായിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നിച്ച് അനേക ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ അവസരം ലഭിച്ചു. എല്ലാറ്റിനായിട്ടും സ്തോത്രം. അതുപോലെ ബേവിച്ചായനും റോസമ്മാമ്മയും മാന്യ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ താമസിക്കുന്നത് പ്രിയ പാസ്യങ്ങളും സുശീലി ആൻറ്റി അവരുടെ ഭവനത്തിലാണ് പാർക്കുന്നത്. എല്ലാ സഹായങ്ങൾക്കും സൽക്കാരങ്ങൾക്കും സഹകരണങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നന്ദിയും ചൊല്ലുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇവിടെയിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും. ഡാനിച്ചാൻ വന്നില്ല, ചോദിച്ചാൻ്റെ പുറകില്ല. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ ബഹുമാന്യ കർത്തൃദാസന്മാർ ഇന്നലെയൊക്കെ സംഗീത ശുശ്രൂഷയ്ക്കും ദൈവവചന ശുശ്രൂഷയ്ക്കുമൊക്കെ ദൈവം അവരെ യോഗ്യരാക്കിയല്ലോ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ എടപ്പാറയിലെ വാത്സല്യ കുടുംബമായിട്ട് വീണ്ടും പരിചയം പുതുക്കുവാനിടയായി. തൃശ്ശൂർ ആൽപ്പാറ. എല്ലാ നല്ല ബന്ധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ നമ്മൾ തിരുവചനം ധ്യാനിപ്പാനായിട്ട് വായിച്ചത് 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. ചില കാര്യം ചിന്തിച്ചു. ശേഷമുള്ള ഭാഗം ദൈവം അനുവദിച്ചാൽ ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പം ദൈവം അനുവദിച്ചതുകൊണ്ട് അതിന് ശേഷമുള്ള ഭാഗം ചിന്തിക്കും. ഇന്ന് പകല് യോഗേഴ്സിലായിരുന്നു സഭായത്തിന് പോയത്. വളരെ അനുഗ്രഹമായിരുന്നു. പ്രിയ ബേജാനും റോസമാമയെ എന്നെ അവിടോട്ട് കൊണ്ടുപോയത്. ഇവിടെ വരുമ്പോഴെല്ലാം അവർ പലയിടങ്ങളിൽ അവരുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. വീണ്ടും ഇങ്ങനെ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
ചില ദിവസങ്ങൾ, അതായത് വ്യാഴാഴ്ച വരെ ദൈവം അനുവദിച്ചാൽ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഒക്കലോഹമായിക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ കൺവെൻഷനുണ്ട് വരുന്ന ഈ ആഴ്ചയിൽ. ശനി ഞായറുമെല്ലാം അവിടെ ആയിരിക്കും. ദൈവം അനുവദിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. ചില ദിവസം, ചില ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ അമേരിക്കയെ കാണുന്നതിന് ശേഷമായിട്ട് നാട്ടിലോട്ട് പോകണം. അവിടെയും കൺവെൻഷന്, ബോംബെയിലുമൊക്കെ കൺവെൻഷനുണ്ട്, പോകേണ്ടതുണ്ട്. ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കും. വായിച്ച തിരുവെടുത്ത് 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണല്ലോ. ഒന്നുകൂടെ ഒന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക്. അത്ര തിട്ടം അവർക്ക്. ചിലരെ കൊണ്ടുവന്നാലും തുറക്കത്തുമില്ല. അവർക്ക് അതിലും തിട്ടമുള്ളവരാ. പിന്നെ ചിലരെ ഇടയ്ക്ക് തുറക്കുന്നത് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാനാണ്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പം എന്തെങ്കിലും അപാകത വന്നാൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം. ദൈവത്തിന് മഹത്വം. ഞാൻ തിരുവനന്തപുരത്ത് വായിക്കണം. നിങ്ങളെക്കാളെല്ലാം വളരെ ചെറിയവനാണ് എല്ലാ നിലയിലും. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഇത്രയും പേർക്ക് ഇവിടെ ഇന്ന് രാത്രി ഒന്നിച്ചു കൂടുവാൻ അവസരം ദൈവം തന്നല്ലോ. വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് മഹത്വം. 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. അതിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നല്ല ആഗ്രഹത്തോടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അല്ല, നല്ല ആഗ്രഹം വേണം. ദൈവത്തിന് മഹത്വം. ആ നല്ല ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്ന ഒരു ദൈവം. ഇതിനെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്, ആഗ്രഹങ്ങൾ നടക്കാതെ പോയവരുമുണ്ട്, ആഗ്രഹം നടന്നവരുമുണ്ട്. രണ്ട് കൂട്ടരുമുണ്ട് വേറെ പുസ്തകത്തിൽ. ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ 2 ഭാഗവും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ സങ്കീർത്തനത്തെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ. ഇനി അത് ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കും അറിയാം. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷം നടന്നവരെയും പറ്റി ചിന്തിച്ച് നിർത്തുന്നതാ യോഗത്തിനൊരു നല്ല അന്തരീക്ഷം. നടക്കാത്തവരെ പറ്റി ലാസ്റ്റ് പറഞ്ഞാൽ പോകുമ്പോൾ ഒരു മനോക്ലേശത്തോടെ പോകും. അപ്പം നടന്നതിനെ പറ്റി പറഞ്ഞു നിർത്തുക. അപ്പം ആദ്യം നടക്കാത്തത്. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവർ. നിങ്ങൾക്കൊക്കെ വചനം അറിയാം, നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബിലയാം. ഹൃദയത്തിലെ ആഗ്രഹം നടന്നില്ല. 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. സംഖ്യാപുസ്തകം 23:10. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹമാണ്. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കട്ടെ. ഇന്നലെ പറഞ്ഞത് ഒന്നുകൊണ്ട് ആവർത്തിക്കുക. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ പഴയ പാസ്റ്റർമാർ പറയുന്ന കടമെടുക്കുക. ഭക്തന്മാർ ജീവിക്കും പോലെ ജീവിക്കുന്ന കാലത്ത് നാശക്കൊള്ളി എല്ലാം ഒപ്പിച്ച് വെച്ച് അങ്ങേയറ്റം പറ്റുമ്പോൾ പറയാ നല്ലൊരു ആദ്യം എനിക്ക് അത് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. വിതയ്ക്കുന്നതേ കൊയ്യൂ. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റാ കൊയ്യുന്നത്. അപ്പോൾ ബിലയാണ് ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. മരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. 31-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. സംഖ്യ 31:8, യോശുവ 13:22. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേഖ, ദേവ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. 5 രാജാക്കന്മാരെ കൊന്നു. അടുത്തത് ബെയോരിന്റെ മകനായ ബിലയാമിനെയും, ബെയോരിന്റെ മകനാകുന്ന ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ആഗ്രഹം നല്ലതായിരുന്നു. ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണം, പക്ഷെ മരിച്ചത് അങ്ങനെ നിഹതന്മാര് കൊന്ന കൂട്ടത്തിൽ. യോശുവയുടെ പുസ്തകം 13:22 ഇതിനോട് ചേർത്ത് വായിക്കുന്നത് ഉചിതമാണ്. യോശുവ 13:22. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും, ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനാണ്. പ്രശ്നക്കാരനാണ്. രണ്ടർത്ഥമുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുക, പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. പുള്ളി പ്രശ്നമായിരുന്നു. അവിടെ പ്രശ്നക്കാരെന്ന് ഉദ്ദേശിച്ചത്
ലക്ഷണം പറയുന്ന നാടൻ ഭാഷ പറഞ്ഞ മഷിനോട്ടക്കാരെ പോലുള്ള ആൾക്കാരെയാണ്. ഇവനെ വാള് കൊണ്ട് വെട്ടിക്കൊന്നു. അതിന് കാരണം നമുക്ക് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാം. ആഗ്രഹം നല്ലതാ, ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണം. ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരുടെ ആഗ്രഹം ഇതാ. നോട്ട് വരുമ്പോൾ കാണുമ്പോൾ എനിക്കറിയാം. ഇപ്പൊ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ എങ്ങനെ ആകുമെന്ന് ഓർത്താ. എല്ലാവർക്കും നല്ല അവസാനം ദൈവം തരട്ടെ. അപ്പോൾ ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണം. ആഗ്രഹം നല്ലതാ, പക്ഷെ അങ്ങനെ നടന്നില്ല. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഭക്തന്മാര് മരിക്കുന്നതിനെ പറ്റി ഒത്തിരി തെളിവുണ്ട്. ഭക്തന്മാര് മരിച്ചത്, അതിലൊരു ഭക്തനെ പറ്റി നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ദാവീദ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് വയസ്സി എന്ന് വൃദ്ധനായി. അപ്പം വയസ്സി എന്നു വൃദ്ധനായി, മരണത്തിന്റെ ആ രീതിയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:1 വായിക്കുന്നത് ദാവീദിന്റെ മരണകാലം അടുത്തപ്പോൾ. അപ്പം അടുത്തു. അപ്പം വയസ്സി എന്നു വൃദ്ധനായി, മരണകാലം അടുത്തു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 23:1 വായിക്കുന്നത് ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. അപ്പം മരിക്കാറായപ്പം പിച്ചുമ്പേയും പറഞ്ഞതല്ല. ചില ഈ പ്രായമായി കഴിയുമ്പം പറയുന്നത് എന്നാന്ന് അവർക്ക് തന്നെ ഇല്ലേ? നിങ്ങൾ എന്നാ താഴോട്ട് നോക്കിയിരിക്കുന്നത് ഉള്ള കാര്യമാണ്. പ്രായമായി കഴിയുമ്പോൾ എന്നതാ പറഞ്ഞു പിടിപ്പിക്കുന്നെന്ന് അറിയത്തില്ല. നമ്മളിപ്പം പല കാര്യങ്ങൾ അറിയാമല്ലോ. ഈ പ്രായമായി കഴിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്തുവാ സംസാരിക്കുന്നത്, അതെന്തുവാ എന്നൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം, സൂക്ഷിച്ചു വേണം. അപ്പോൾ ദാവീദിന്റെ അന്ത്യവാക്യങ്ങൾ വളരെ കടഞ്ഞെടുത്ത പദങ്ങളാ. ഓടിച്ചെന്ന് വായിച്ച റോസമാമേ. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവുന്നത് ഇശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. അപ്പോൾ അപ്പൻ ആരാണ് നല്ല ബോധമുണ്ട്. ഇശായി പുത്രൻ മരിക്കാറായപ്പോ നല്ല ഓർമ്മയാണ്. അടുത്തത് ഔന്നത്യം പ്രാപിച്ച പുരുഷൻ. അത് മനസ്സിൽ ഔന്നത്യം പ്രാപിച്ച പുരുഷനാ. പിന്നെ യാക്കോബൻ ദൈവത്താൽ അഭിഷിക്തൻ. താൻ അഭിഷിക്തനാന്നുള്ള ബോധമുണ്ട്. ഈ മരിക്കാറാകുമ്പോ അങ്ങനെയൊക്കെ ബോധം വേണം. ഞാൻ അഭിഷിക്തനാന്നുള്ള ഈ ഒരു ദൈവം ഇതിലാന്ന് മനസ്സിലാക്കണം. വായി വരുന്നതെല്ലാം വിളിച്ചു പോകരുത്. പിന്നെ മധുരനായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്റെ പാട്ടുമൊക്കെ എല്ലാവർക്കും മാധുര്യമാണ്. നമ്മൾ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള കൃപയും കൂടെ പോവുക. ചില പാട്ട് എന്നാ ഒരാൾ പാട്ട് കേട്ടപ്പോ ഇരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചാൽ എന്നതായി പാടി വെക്കും. അപ്പൊ മധുരനായകനാ. അടുത്തത് യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. മരിക്കാറായപ്പോഴും ആത്മാവിലാ സംസാരിക്കുന്നത്. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നത് ഇങ്ങനെ ആത്മാവിൽ. എന്നിട്ട് പിന്നെ അടുത്തത് അവന്റെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു. മരിക്കാറായപ്പോഴും വചനമാ നാവിന്മേൽ. സ്തോത്രം. എനിക്ക് ഒരു അമ്മയെ അറിയാം, നിങ്ങൾക്ക് ഒത്തിരി പേരെ അറിയാം. എനിക്ക് അറിവിൽപ്പെട്ടോ എന്ന് പറയുക. മരിക്കാറായി കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ദൂത് പറയും, വചനം പറയും, വചനം പറയും. അതൊക്കെ വലിയ മഹാഭാഗ്യമാണ്. മരിക്കാറാകുമ്പോഴും വചനം പറയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള നുണയും കോതിയും കുശുമ്പും കുന്നായ്മയും വിശുവിശുപ്പും എല്ലാം കൂടെ വെച്ച് അവരുടെ കുറ്റോ ഇവരുടെ കുറ്റോ അവര് പോയി ഇത് മുഴുവൻ അകത്തിങ്ങനെ ചില അമ്മായിമ്മമാര് പറയുന്ന കേട്ടുണ്ട്, പാസ്റ്ററെ അവൾ എന്നോട് ചെയ്തതെല്ലാം എന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്, ഞാൻ ഒന്നും അതായി അവസാനം എടുത്ത് ഈ വിളമ്പുന്നത്. ആ സഹോദരൻ ചെയ്തതെല്ലാം എന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഞാനൊന്നും ഇപ്പൊ ഉപവാസ പ്രാർത്ഥന ആണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ലെന്നേ, ഇതെല്ലാം അകത്തിരിക്കും. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ഹൃദയത്തിനകത്ത് നിന്ന് ഒരു 5 കൂട്ടം കാര്യം കളയണം. അറിയാമല്ലോ അല്ലേ? മൂളിച്ചൊക്കെ കേൾക്കുമ്പോ അറിയാം. പത്രോസിന്റെ 1-ാം ലേഖനം 2:1. ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയ ഇത് നീക്കി കളയണം. 5 കൂട്ടം കാര്യം ഇതിനകത്ത് 5 അല്ലിരിക്കുന്നത്, 5 അല്ല 50. ഞാനിപ്പോ സന്ദർഭം വന്നുകൊണ്ട് 5 കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കളയണം.
ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ. വെറും നുണയല്ലേ, എല്ലാം നുണ. നമ്മളിതെല്ലാം വെച്ചുകൊണ്ട് ഗ്ലോറി, വിക്ടറി, കാൽപറി, മഴയത്ത് കാറിന്റെ വൈപ്പർ അടിക്കും പോലെ നിന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അകത്തിത് മുഴുവൻ പാട്ട് പാടുമ്പോഴും മറ്റവനോട്ട് ഭാര്യ എന്നിട്ട് നിന്നും പ്രസംഗിക്കുമ്പോഴും മറ്റവനുമായിട്ട് യോജിപ്പില്ല. എന്നാലും ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ. അപ്പൊ ഇതിനകത്തെല്ലാം ഇതിരിക്കുക, ഹൃദയത്തിനകത്ത്. പത്രോസ് പറയുക, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് കളയണം. ദൈവം ഇസ്രായേലിന് അതാ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ, അത് നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ. സൈമൺ സാറ് പാടിയ ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പാതി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാം. പാതി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാം. പൂർണ്ണ ഹൃദയ സേവ വേണ ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണ്. പൂർണ്ണ ഹൃദയം, നല്ല ഹൃദയം. ആട്ടെ, നമുക്ക് മടങ്ങി വരാം. അപ്പൊ ദാവീദ് ഹൃദയത്തിനകത്തെല്ലാം ദൈവവചനമാണ്. അതുകൊണ്ട് ആ മരിക്കുന്ന സമയത്തും വചനമാണ്. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചോ. റസ്മാമ 23-ാം അധ്യായത്തിന്റെ ഇപ്പം വായിച്ചല്ലോ. ശോഭേലിന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിൽ ഇപ്പം വായിച്ചില്ലയോ? ദൈവത്തിന്റെ വചനം തന്നെ നാവിന്മേലിരിക്കുന്നതാണ്. ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. അപ്പൊ ഈ മരിക്കാറായ സമയത്തും വചനം നാവിന്മേലിരിക്കുക എന്തോ നല്ല അന്ത്യമാണ്. വേറൊന്നും നാവിന്ന് വരുന്നില്ല. ഞാൻ വിധിക്കുകയല്ല, പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഭയമാണ്. അവസാന സമയത്ത് അനാവശ്യം പറഞ്ഞ് മരിച്ചവരുണ്ട്. അപ്പച്ചാന്ന് വിളിക്കുമ്പോൾ കണ്ണ് പൊട്ടുന്ന, അമ്മാമ്മയെന്ന് വിളിക്കുമ്പോൾ അടുക്കാനൊക്കത്തില്ല. അതുപോലെ അവരെ നമ്മൾ വിധിക്കേണ്ടത്, അവരും ദൈവം കൂടെ തീർക്കും. പക്ഷെ അത് കാണുമ്പം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോണം. അതിനാ ഈ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുക. 11-ാം വാക്യത്തിലുണ്ട്, ലോകാവസാനം വന്നിരിക്കുക നമുക്ക് ബുദ്ധിയുപദേശത്തിന്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പം നമുക്ക് വളരെ സൂക്ഷിച്ചോണം. അവരെ വിധിക്കണ്ട, അത് അവരും ദൈവം കൂടെ തീർത്തോളും. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചോണം. നീതിമാന്റെ ഗതി ഇതാണെങ്കിൽ അപകടത്തിന്റെയും ഭാവിയുടെയും വളരെ സൂക്ഷിച്ചോണം. ഇരിപ്പ് കണ്ടിട്ട് മിക്കവാറും പരുവക്കേടാകാനാ തോന്നുന്നത്. നോട്ടോ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഒന്നും വരാതിരിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം. നല്ല അവകാശവും നല്ല അന്ത്യവും പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം. ഈ എപ്പോഴും ഞാൻ പറയും, ചർച്ചക്കോടിൻ്റെ ഒരു പഴയ ദൈവനാസനുണ്ടായിരുന്നു, ഇന്ത്യ ദൈവസഭയുടെ PC ചാക്കോസാ, ജോകുര്യൻ്റെ പിതാവ്, മല്ലപ്പള്ളി കീഴ്വായ്പൂരുകാരാണ്. അത് TM അപ്പച്ചൻ്റെ മരുമകനും കൂടെ, TM വർഗീസ് സാറിൻ്റെ തോട്ടുങ്കര. അപ്പം അദ്ദേഹം മരിക്കുന്ന സമയത്ത് വാനത്താനത്തെ ജോർജ് കുട്ടിച്ചാനാണ് കൂടെ നിന്നത്. അപ്പം എന്നോട് പറഞ്ഞതാണ്, മരിക്കുന്ന സമയത്ത് ഈ ജോർജ് കുട്ടി പാസ്വേഡ് പറഞ്ഞു, ജോർജ് കുട്ടി ഞാൻ മരിക്കാൻ പോവുക, സ്വർഗം തുറക്കുന്ന ഞാൻ കാണുന്നു, ദൂതന്മാർ വരുന്നെന്ന്. നമ്മൾ ജോർജ് കുട്ടി അവിടെ എല്ലാം നോക്കിയിട്ടൊന്നും ദൂതനെ കാണുന്നില്ല. പുള്ളി പറഞ്ഞു, ദൂതം വരുത് എന്നെ കൊണ്ടുപോകാൻ. അപ്പം ജോർജ് കുട്ടി പാസ് എന്നോട് പറഞ്ഞതാ. പുള്ളി അടുത്തുണ്ട്, മുഖമെല്ലാം ശോഭിച്ചു, നല്ല പ്രകാശപൂരിതമായി സ്തോത്രം പറഞ്ഞ് വളരെ ആത്മാവിൽ ബലപ്പെട്ടാ പോയത്.
നല്ല അന്ത്യമാണ്. ദൈവത്തിന് മഹത്വം. നല്ല അന്ത്യമാണ് പ്രാപിച്ചത്. ഞാൻ എല്ലായിടത്തും പറയും, എൻ്റെ കൂടെയുള്ളൊരു ഷൂ പാസ്റ്ററുണ്ട്, തോമാച്ചാൻ നമുക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അമ്മാവിയപ്പന് മരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. അപ്പം തലേന്ന് രാത്രിയിൽ അപ്പനും മക്കളോട് വർത്തമാനം പറഞ്ഞപ്പം പറഞ്ഞു, മോനെ ഒരു ശവപ്പെട്ടിയൊക്കെ ക്രമീകരിച്ചോണം, ഇച്ചിരി കാശും കൈ വേണം, ഞാൻ മരിക്കാൻ പോവാൻ. പിള്ളേർ കാര്യമാക്കിയില്ല. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ചു. രാവിലെ ആമ്പിള്ളേരുമായിട്ട് 2 പേര് സുവിശേഷ വേലക്കാരൻ, കണ്ണൂർ. അപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഇഡലിയും സമ്മന്തി സാമ്പാറും. മരുമകൾ ഷൂപ്പാസുടെ പെങ്ങളാണ്. അപ്പം ഇഡലി കൊടുത്തപ്പം മരുമകളോട് അപ്പച്ചൻ പറയാ, മോളെ ഉച്ചയ്ക്ക് അപ്പച്ചന് ഊണ് വേണ്ട. അതിനപ്പച്ചൻ ഉച്ചയ്ക്ക് ഊണ് മേളില്ല. അത് തമാശയായിട്ട് എടുത്തു. ഇഡലിയും സാമ്പാറും എല്ലാം കഴിച്ച് അപ്പച്ചൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സും ഒക്കെ ധരിച്ച് കട്ടിലേ വന്നിരുന്ന് അമ്മച്ചിയുടെ ഒക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കട്ടിലേ വന്നിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് കട്ടിലോട്ട് കിടന്നു. 12:30 മുന്നേ മരിച്ചു. ഉച്ചയ്ക്ക് ഊണില്ല. നമ്മളെത്ര ഉച്ചയൂണ് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഇരിക്കുന്നത്. എന്നിട്ട് പോകാൻ ഒരു താല്പര്യവും വൈകിട്ടത്തെ കൂടെ എങ്ങനെയും തരാക്കണം. ചിലക്ക് പോകാൻ ഒരു താല്പര്യവും. 12 വയസ്സുള്ള മകള് കഥയാ കേട്ടിട്ടുണ്ടെന്നോട് ആവർത്തിക്കുക. 12 വയസ്സുള്ള മകളെ കൊച്ചുമകള് കാപ്പി കൊണ്ട് കൊടുത്തപ്പോൾ അപ്പച്ചൻ വിഷണനായിട്ടിരിക്കുക. തന്നെ അപ്പച്ചൻ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ രാവിലെ കാപ്പി കൊണ്ടു തന്നു നിൻ്റെ വല്യമ്മച്ചിയായിരുന്നു ഏലിക്കുട്ടി. അപ്പോൾ അവളിങ്ങനെ കാപ്പി എല്ലാ ദിവസവും കൊണ്ടു തരുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവിടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ കാപ്പി? അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ നിൻ്റെ അമ്മയാണ് എനിക്ക് കാപ്പി കൊണ്ടുവന്ന് മരുമകൾ. അന്നാലും ഞാനിങ്ങനെ ചിന്തിക്കും, ഇവിടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ രാവിലെ കാപ്പി? അന്നാലും ദൈവം നിന്നെ ഒരു അപ്പച്ചനെ 90 കഴിഞ്ഞു. പിന്നെ എന്നാ അപ്പച്ച ഇപ്പം അല്ല നിന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ? അപ്പച്ചന് 90, അവക്ക് 12. അല്ല നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. പോകാൻ ഒരു താല്പര്യവും ചിലർക്ക് അല്ല. എല്ലാവർക്കും ദൈവം ദീർഘായുസ്സ് തരട്ടെ. പക്ഷെ ഒരു കാര്യം, നല്ല അന്ത്യമായിരിക്കണം. കർത്താവിന്റെ വരവാണെങ്കിൽ കൈവിടപ്പെടാതെ എടുത്തുകൊള്ളണം. അല്ല, വരവിന് മുമ്പ് നമ്മൾ ചേർക്കപ്പെടുന്നത് തിരികിതമാണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും നമ്മൾ മനുഷ്യരാ, പോഷത്വങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്നുകൂടെ ക്രമീകരിച്ച് ഓരോ യോഗങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതിനാ യോഗം. വിശേഷിച്ച് വചന ശുശ്രൂഷ എന്തിനെന്ന് ചോദിച്ചാൽ, ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇപ്പൊ എല്ലായിടത്തും ചടങ്ങ 10 മിനിറ്റ് 30 മിനിറ്റ് ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് 30 കൂടുതൽ പോയ ആൾക്കാർ ശ്രദ്ധിക്കുകയല്ലോ. ശ്രദ്ധിക്കണ്ട. ഏകദേശം 3 ദിവസം വരുന്ന് പറഞ്ഞിട്ടും ഒരു കുഞ്ഞുങ്ങളും ഇല്ലേ? അയ്യോ, എത്ര ദിവസം? വൃഷാരത്തെ കണ്ടാല് മലമേലിരുന്നു, തിരുവായി അങ്ങോട്ട് മൊഴി, ഒരു കുഞ്ഞുങ്ങൾ പോകുന്നില്ല. ഭക്ഷണം കൊണ്ടുവന്നത് പോലും കഴിക്കുന്നില്ല. നമ്മൾ 12 ആകുമ്പോഴേ ബ്ലോക്ക് നോക്കുന്നു, ഭക്ഷണത്തിന്റെ മണം അടിക്കുന്നു, ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു, കൂടെ വെളിയിൽ പോകുന്നു, അകത്ത് കയറുന്നു, വല്ല ജാതി ഇതൊന്ന് നിർത്തിയേച്ച്. ആരാധനയ്ക്ക് കറക്റ്റ് ടൈം തുടങ്ങുകയും നിർത്തുകയും. ഇത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ടൈം ഒന്നുമില്ല. നല്ല പേരുക്കിരുന്ന് എത്ര നേരം എടുത്തോ? എന്നാൽ അതിനോടൊരു ടൈം പറയണ്ടേ? അരമണിക്കൂർ കൊണ്ട് കഴിച്ചു തീർത്തോണം. കുഴഞ്ഞു. ആട്ടെ, നമുക്ക് ആ എന്നെ മുഖത്തെല്ലാവരും പ്രയാസം പോലെ വിട്ടേക്കാം, വിഷയം വിട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല അവകാശം, നല്ല അന്ത്യം പ്രാപിക്കണം. ഭക്തന്മാരുടെയൊക്കെ മരണം അങ്ങനെ. ആ അപ്പച്ചനെ ഉച്ചയ്ക്ക് കഴിച്ചില്ല, മക്കളും കഴിച്ചില്ല, അപ്പച്ചൻ മരിച്ചു. പിന്നെ അതിൻ്റെ നല്ല അന്ത്യം. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ഓർമ്മ വന്ന്, ഇദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചൻ്റെ അനിയനല്ലയോ വണ്ടമ്പടി യാക്കോച്ചാൻ, അദ്ദേഹം മരിച്ചപ്പോൾ അതുപോലെ പിള്ളേരോടെല്ലാം പറഞ്ഞ് ഇന്ന് ആരും വെളിയിൽ പോകരുത്, എല്ലാവരും വീട്ടിൽ കാണണമെന്ന്. അപ്പോൾ അപ്പച്ചനെ പറഞ്ഞ് പോകാൻ പോകുമെന്ന് പറഞ്ഞു.
കുളിയെല്ലാം കഴിഞ്ഞ് തോട്ടിൽ പോയി മുങ്ങി കുളിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് പായൊക്കെ ധരിച്ച് കട്ടിലേ വന്നിട്ട് പാട്ട് പാടി പ്രാർത്ഥിച്ച് കട്ടിലോട്ട് കിടന്ന് ജീവനും പോയി. ഞാൻ അവിടുത്തെ ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും മുഖഭാവം ഒന്ന് മാറുമെന്ന് നിങ്ങൾ പറയും. ഇതിന് മരുന്ന് കേട്ടിട്ട് ഞങ്ങളുടെ മാറിയിട്ടില്ല. പിന്നെ ദൈവത്തിന് മഹത്വം, നല്ല അവകാശം, ദൈവത്തിന് മഹത്വം. മോശയുടെ മരണവും നല്ല മരണമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം ഭക്തന്മാരൊക്കെ മരിക്കുന്നത് നല്ല രീതിയിലാണ്. ദാവീദ് വയസ്സ് ചെന്നു, വൃദ്ധനായി, മരണകാലം അടുത്തു, അന്ത്യവാക്യം പറഞ്ഞു, ആത്മാവിൽ പറഞ്ഞു, വചനമാരെന്ന് പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞേച്ച് തൻ്റെ മകൻ ശലോമോനെ വിളിച്ചേച്ച് പറഞ്ഞു, നിനക്കറിയാൻ മേലാത്ത ചില കാര്യം പറയാം, യോവാവിന് വെറുതെ വിടരുത്, ശിമയോട് ബുദ്ധിപരമായിട്ട് ഇടപെട്ടോണം, ബർസിലായുടെ മക്കൾക്ക് നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞേച്ച് ആ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:10. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. എങ്ങനെയുണ്ട്? ദാവീദ് പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. നല്ല ഇങ്ങനെയൊക്കെ ഈ ഭക്തന്മാര് മരിക്കുന്നത്, ഭക്തന്മാരുടെ മരണം. അവിടെ ബിലിയാം പറഞ്ഞു, ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ആഗ്രഹം നല്ലതാ, പക്ഷെ നടന്നില്ല. നമുക്കറിയാം ബിലിയാമിന് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അതെന്നെ ഇങ്ങനെ മരിക്കാൻ കാരണം? അതിന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വചനം അറിയാം. ഈ ബിലയാമാര ആവർത്തനം 23:3 വായിച്ചേ. ആവർത്തനം 23:3 അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. ഒരമ്മോന്യനോ മോവാമ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10-ാം തലമുറ പോലും ഒരു നാളെ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അടുത്ത വാക്യം, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ വഴിയിൽ വെച്ച് നിങ്ങളെ എതിരേൽക്കായി കൊണ്ട് അപ്പവും വെള്ളവും കൊണ്ട് നിങ്ങളെ എതിരേൽക്കായി കൊണ്ട് നിന്നെ ശപിക്കേണ്ടതിന് മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലിയാം. ആരായി ബിലിയാം എന്ന് അവിടെ തെളിയുക. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലിയാം. അപ്പോൾ ഇദ്ദേഹം മെസൊപ്പൊത്താമിയക്കാരനാണ്, പക്ഷെ പ്രശ്നക്കാരന്. എന്നാൽ മെസൊപ്പൊത്താമിയ എന്ന് വന്ന വേറൊരാളുണ്ട്, നമുക്കറിയാലോ, അബ്രഹാം. അപ്പോസ്തലർ 7-ാം അധ്യായത്തിൽ ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചത് അവൻ പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പും മെസൊപ്പൊത്താമിയയില് ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാ. 2 പേരും ഒരു സ്ഥലത്ത് നിന്നാ വന്നത്. പക്ഷെ ഒരുത്തന് ഗുണമുള്ളത് ഒരുത്തൻ, അത് നമ്മുടെ വീടുകളിലാണല്ലോ. അങ്ങോട്ട് ഒരു വീട്ടിൽ നിന്ന് സഹായത്തിന് വരുന്ന ഒരുത്തൻ കൈയടിക്കത്തില്ല, ഒരാൾ ആത്മാവ് വിലപ്പെടും. 2 ഒരു വീട്ടിൽ നിന്ന് വന്നു. ഓ, നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. ഒരു വണ്ടിയല്ല വന്ന്, ഒരാളിരുന്ന് ഉറങ്ങുക, ഒരാൾ ശ്രദ്ധിച്ചിരിക്കുക. തിരിച്ചു പോകുമ്പോൾ ചോദിക്കുക, അച്ഛാ പറഞ്ഞു കേട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒന്നും 2 പേരും ഒരു സഭയല്ല, ഒന്ന് ഗുണപ്പെട്ടത്, ഒന്ന്. ആവർത്തന പുസ്തക വാക്യമുണ്ട്, കാളയെയും കഴുതിയും ഒന്നിച്ച് പൂട്ടി ഉടരുതെന്ന. ഒരു വശത്ത് കാളയും ഒരു വശത്ത് കഴുതി. ആട്ടെ, അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടു, ഇങ്ങനൊരു പരുവക്കേടായി. അപ്പോൾ മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയാം, ഇദ്ദേഹം പ്രവചനമൊക്കെ നടത്തുക, പക്ഷേ അത്ര നല്ല ഒരു രീതിയല്ല. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ച് പരന്നു കിടക്കുക. ഏതാണ്ട് 30 ലക്ഷത്തിൽ കൂടുതൽ ജനം. അപ്പോൾ ഇവർക്ക് പാളയമടിക്കുമ്പോൾ 4 പാളയമാണ് കൊടുത്തത്. നമുക്കതൊക്കെ അറിയാം. 4 പാളയം: രൂബേന്യ പാളയം, യഹൂദ്യ പാളയം, എബ്രയീമ്യ പാളയം, ദാൻ പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് 3 12. ഓരോ പാളയത്തിന് ഓരോ കൊടിക്കമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ
ഈ പ്രളയം അടിക്കുമ്പോഴും ഇവർ പോകുമ്പോഴെല്ലാം ഓർഡർ തെറ്റത്തില്ല. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം, അറിവുള്ള വാക്യം എങ്കിലും ഒന്ന് വായിച്ചോ. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 52-ാമത്തെ തിരുവെടുത്തം. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളകത്തിലും ഇങ്ങനെ. അപ്പൊ താന്താന്റെ പാളകത്തിലും താന്താന്റെ കൊടിക്കരികിലും എന്ന് പറഞ്ഞാൽ ഉണർവ് കയറി തുള്ളിച്ചാടി വേറെ പാളയത്തിലൊന്നും ചില ആത്മാവിലായി കഴിയുമ്പോൾ ചില ഇടങ്ങൾ കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുക. സഹോദരന്മാരുടെ ഒരു തുള്ളി അങ്ങോട്ട് സഹോദരിയുടെ, പിന്നെ വലിയ അനക്കമൊന്നുമില്ല, അങ്ങനെ ഇരുന്നാൽ മതി. ചില ഇടങ്ങളിൽ തുള്ളി അങ്ങോട്ട്. അപ്പൊ പാസ്റ്റർമാരുടെ ഭാര്യമാർ അവരെ ഇങ്ങനെ അവർ 2 ഏര് കൊണ്ടുപോകാൻ 3 അതിൽ പോവുക. ചാടി വെച്ച് ബൈബിളിന്റെ പുറത്ത് വരാ കയറി ചാടുന്നത്. ചിലക്ക് തലയിലും തുണിയില്ല. പിന്നെ അത് പോട്ടെ പറയുന്നില്ല ഞാൻ. ഇതിനെല്ലാം ഒരു ഓർഡറുണ്ട്. വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് എന്ന് പറഞ്ഞതുപോലെ ഈ 30 ലക്ഷം ജനമല്ലേ, നല്ല എന്തെയോ ഓർഡറിലാണ് കൊടുത്തു കൊണ്ടുപോയത്. ഓരോരുത്തൻ താന്താന്റെ പാളയത്തിൽ ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരികിൽ ഇങ്ങനെ പാളയം അടങ്ങണം. അതുകൊണ്ടാണ് ഇവരെ കണ്ടുവച്ച് ബിലയാൻ പറഞ്ഞൊരു പദമുണ്ട്. 24:5 വായിച്ച സംഖ്യാപുസ്തകം 24:5. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ. എത്ര മനോഹരം! പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കുമ്പോൾ എത്ര നല്ല ഡിസിപ്ലിന്, നല്ല ഓർഡർ. ഈ ദൈവമക്കളുടെ ആരാധനയും ക്രമവും ഒക്കെ നല്ല ചിട്ടയിലായിരിക്കണം. ഇത് ചില സഭയിൽ ചെന്ന് തോന്നുന്നിടത്ത് വന്നിരിക്കുക, തോന്നിയത് പോലെ ഇരിക്കുക. ഇവിടുത്തെ എനിക്കറിയത്തില്ല, നാട്ടിലൊക്കെ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന ചില വിദ്വാന്മാർ കാലും വെച്ച് വിറപ്പിച്ച്. ഇതാണ് ഇവിടെ തന്നെ ഒരു കാലെടുത്ത് പണ്ട് ഈ വാസവദത്ത ഇരുന്നത് പോലെ. സ്കൂളിൽ പഠിച്ചൊരു പദമുണ്ട്, ഇല്ലേ, കരണയ്ക്കകത്ത് കുമാരനാശാന്റെ കരണ, അതിനകത്ത് കാലെടുത്ത് തുടക്കാമ്പിൽ കയറ്റി വെച്ചും കഞ്ചവാണം തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലെ മഞ്ജുളാങ്കി ഇരിക്കുന്നു മതിമോഹിനി. സഭായത്തിരിക്കുക മഞ്ജുളാങ്കി, കാലും വെച്ചു, കാലുമൊക്കെ ഉറപ്പിച്ച്. ഒരു നല്ല പോട്ടെ, കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നാറുണ്ട്. സ്തോത്രം, സങ്കടം തോന്നാറുണ്ട്. പിന്നെ ചിലയിടത്ത് ഇതൊന്നും മിണ്ടാനും ഒക്കെ ഞാൻ പറയും, അത് വേറെ വിഷയം. നിങ്ങളാരും പറയണ്ട, പറഞ്ഞാൽ നിങ്ങളെ അന്നേരം പേരിക്കും എല്ലാവരും കൂടെ പോയി. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതൊരു ഭക്തി, ബഹുമാനം. ദാവീദ് ഇങ്ങനെ പറഞ്ഞ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ, അതാണ് ദൈവത്തിന്റെ മകത്വം. ദൈവത്തെ ഞാൻ അമ്പലത്തിലൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എന്ത് ഭക്തിയാണെന്നറിയാം. ആ നട തുറക്കുന്ന സമയത്ത് വളരെ കൈകൂപ്പി മുട്ടു ശുചി വീണാലറിയും. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഒരൊറ്റ നോട്ടമേ ഉള്ളൂ. നട തുറക്കുന്നത്, ആ ശ്രീകോവിലിനകത്ത് നട തുറക്കുമ്പോൾ ഒന്ന് ദർശിക്കണം. എന്ത് ഭക്തിയാണെന്നറിയോ, ഭയങ്കര ഭക്തി. വേറെ സംസാരങ്ങളൊന്നും അവിടെ വളരെ ഭക്തി. ആ പ്രസാദമൊക്കെ തരുമ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ തിരുമേശം എടുക്കുന്ന കണ്ട് അത് ഉമ്മ പണ്ട് കുറച്ച് തിന്നു എന്നാണ് ചോദിച്ചു, സാധനം കിട്ടിയോ? അവൻ ഉപദേശിക്കും, സാധനം ഞാൻ വീട്ടിൽ നിന്ന് കൊഴുക്കട്ട കൊണ്ടുവന്നല്ലേ. അല്ല, ചിലരങ്ങനെ മുറുക്കി കൊടുക്കുന്നത്, ചിലരങ്ങനെ എടുക്കുന്നതും. പണ്ട് കൊച്ചുമായിട്ടിരുന്ന തള്ളയെടുത്ത് അപ്പം കൊണ്ട് കൊടുത്തപ്പോൾ അമ്മയെടുത്ത് കൊച്ചിന് കൊടുത്തില്ല, കൊച്ചു കിടന്ന് കരഞ്ഞു. ഈ തള്ളയ്ക്ക് ബോധമുള്ള തള്ളയല്ല. അവരോട് പറഞ്ഞു കൊച്ചിനോട് കൊടുക്കാൻ. ഭാഷ പറഞ്ഞത് ചാനപ്പെട്ടോട് കൊടുക്കണം. ഈ തള്ള കിട്ടപ്പോൾ വാ വെച്ച് ഞാൻ കടയിൽ നിനക്ക് അയാൾ തന്നെ ഇച്ചിരി തരുള്ളൂ, ഞാൻ നിനക്ക് 2 എണ്ണം മേടിച്ചു തരാം. അത് പറഞ്ഞു. അപ്പൊ ഇത് എന്നതാണെന്നോ, ഇത് എന്തിനാണെന്നോ, ഇതിന്റെ പവിത്രത എന്താണെന്നോ, ഇതിന്റെ മാന്യത എന്താണെന്നോ ഒന്നും മിക്കവർക്കും അറിയത്തില്ല. അല്ലിത് പറഞ്ഞു കൊടുക്കുകയല്ലോ. എങ്ങനെയാലും പറിച്ചു കീറി ആട്ടെ. ആ ഭാഗത്തേക്ക് നമുക്ക് സങ്കടം വരുത്തൊക്കെ കാണുന്നു. ദൈവസന്നിധി വരുമ്പോ ആൾ അതിന്റെ ഭക്തിയോടെ വേണം. ആ കാര്യത്തിന് ഏറ്റവും ഞാൻ ക്രൈസ്തവരുടെ ഇടയിൽ ബഹുമാനിക്കുന്ന കത്തോലിക്ക സഹോദരങ്ങളെയാണ്. എന്ത് ഭക്തി എന്നറിയാം. ആ പള്ളി കോമ്പൗണ്ടിൽ കയറിയാൽ വളരെ ഭക്തിയാണ്. ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ
ശുശ്രൂഷ ചെയ്യുന്നവരും ശുശ്രൂഷ കാണാൻ നിൽക്കുന്നവരും എല്ലാം പദ്ധതിയോട്. നമ്മുടെ ആൾക്കടുത്ത് ചെയ്യുമ്പോഴും പിന്നെ വിളിക്കാം കേട്ടോ, അർത്ഥവേഷം നടത്തുന്നുണ്ട്, പിന്നെ വിളിക്കാം. ഇവനൊക്കെ ഇനി എന്നാ വിളിവുണ്ടാകും? എന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ വെള്ളം മുങ്ങിയതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഉള്ള കാര്യമായി പറഞ്ഞു. ഞാൻ ഈ ഉള്ളത് പറയുന്നത് കാരണം എന്നെ ഓരോരുത്തർക്കും ഇഷ്ടമായി. എങ്ങനെയും ആകട്ടെ എന്നാ പറയുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് ഭക്തി ഉണ്ടായിരിക്കണം. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. ബിലിയാം നോക്കുമ്പോൾ പാളയം ഇങ്ങനെ ഓർഡർ കിടക്കുക. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. എത്ര ക്രമത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ബിലിയാമിനെ ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ട് കൊണ്ടുവരിക. നിങ്ങൾക്ക് ആ ഭാഗം പറയാം. ഈ ജനത്തെ ഒതുക്കണം, അതിനെ പറഞ്ഞ് എന്തോ ചെയ്യണം, ഇവരെ ശപിക്കണം, ശപിച്ചു കൊല്ലണം. അല്ലാതെ ഇവരെ ഒതുക്കാനൊക്കത്തില്ല. കാരണം നമ്മളിങ്ങനെ വായിക്കുന്നത്, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും. അപ്പൊ ചോദിച്ചാൽ അങ്ങനെ ഇവരെ ഒതുക്കണം. അതിനിട്ട് പോകുമ്പോഴോട് ഒരു പ്രവാചകനുണ്ട്, പുള്ളിയെ വിളിച്ചവനെ എല്ലാം ബ്രാഗി കൊല്ലണം. അങ്ങനെ ആള് വിട്ട് ബിലിയാമിന് കാശുമൊക്കെ കൊടുത്ത്, പ്രശ്ന ദക്ഷിണ എന്നൊക്കെ പ്രയോഗമുണ്ട്, ഇഷ്ടം പോലെ കാശ്. അപ്പൊ ഈ കാശ് കൊടുത്തപ്പോൾ പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു. കേട്ടാ തോന്നും പുള്ളിക്ക് കാശിനോട് താല്പര്യമൊന്നും. ആർക്കാ കാശിനോട് താല്പര്യമില്ലാതെ? എല്ലാവർക്കും കാശിനോട്. ഇന്ന് വരെ ആരേലും കർത്താവേ ഇനി എനിക്ക് 1 രൂപ പോലും തരരുതെന്ന് പറഞ്ഞ ആരേലും വന്നിട്ടുണ്ടെന്ന് കൈ പൊക്കെന്ന് പിണങ്ങാനൊന്നുമല്ല, നിങ്ങളെ ഒന്ന് ബഹുമാനിക്കാനാ. അല്ല, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. ഉപദേശിമാരാണ് ഞങ്ങളിവിടെ വരുന്നത്, കാശിന് വരുന്നതാ. അല്ല, ആത്മഭാരം കൊണ്ടാണ് അമേരിക്കയ്ക്ക് വരുന്നത്. കാവാലത്തിരുന്നപ്പോ ആത്മഭാരം കയറി. അന്ന് വിമാനത്തിൽ കയറി ന്യൂയോർക്ക് വരെ ആത്മഭാരം കയറുക. കാവാലത്തിനപ്പുറം കുട്ടമംഗലം കൈനഗിരി ഇല്ല, അങ്ങോട്ട് പോരുന്നു. അപ്പൊ ഇവിടെ ഞാൻ എന്നെ പ്രതിയാക്കിയ പറഞ്ഞ എല്ലാവരും ഇവിടെ വരുന്നത് അതിനാ. ഉള്ള കാര്യം ഭാഷയ്ക്ക് പറയുന്നത് തന്നെ. പക്ഷെ അങ്ങനെ ലഭിക്കുന്നത് നീതിക്ക് നിരക്കാത്തത് വേണ്ട. ചതിവ് കാണിച്ച്, വഞ്ചന കാണിച്ച്, സൂത്രം കാണിച്ച്, തന്ത്രം കാണിച്ച് ഒന്നും നമ്മുടെ കൈ കാണരുത്. കൈവെടിപ്പായിരിക്കണം. അത് ഓഫീസിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് രംഗത്തിലാണെങ്കിലും കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. അപ്പൊ ഈ ബിലിയാമ് കാശൊത്തിരി കൊടുത്തു ബാരാക്ക്. അപ്പൊ പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിട്ടൊന്നും. 12 വാക്യാണോ റോസമാണേ വായിച്ചേ? എങ്ങനുണ്ട്? നല്ല എന്ത് സുന്ദരമായ പ്രയോഗമാണ്. ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും. വെള്ളി പൊന്നെന്ന് ഉദ്ദേശിക്കുന്ന കാശാണ്, പണമാണ്. അപ്പൊ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പുള്ളി പറയാ, ബാലാക്ക് എനിക്ക് എത്ര പണം തന്നാലും ഞാൻ പ്രമാണം വിട്ട്. ചുമ്മാ പറഞ്ഞത്. ഞാൻ സഹിതം പലരും പറയത്തില്ല എനിക്ക് ദൈവമക്കളെല്ലാം ഒരുപോലാണ്. ചുമ്മാ പറയാം. കൈ കൊടുക്കുന്നത് തന്നെ നമ്മൾ ആളെ തരം നോക്കി ഇച്ചിരി പിടിപ്പം പത്രാസമുള്ള അച്ഛൻ തന്നെ കൈ കൊടുത്താൽ എന്ത് ചെയ്ത് പുള്ളി വിട്ടാലും നമ്മൾ ഇങ്ങനെ ഷെയ്ക്കാൻ തന്നെ. പുള്ളിക്ക് കൈ വിട്ടേച്ച് വേറെ കൈ കൊടുക്കും, എന്നാലും നമ്മൾ വിടുകയില്ല. അതേസമയം കാശും പത്രാസും പ്രൗഢി ഇല്ലാത്ത പുള്ളിക്കാണ് 3 പേരിൽ ഇങ്ങനെ തൂത്തച്ച് പോകും. ചെല്ലുപിന്നെ അത് ഇങ്ങനെ പുൽപ്പിറ്റിൽ നിന്ന് നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാം കഷായം കുടിച്ച പോലെ ഷെയ്പ്പുകളിൽ ഉള്ള കാര്യമായി പറയും. അദ്ദേഹം പറയാം, ആരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് പണം തന്നാൽ, വെള്ളിയും പൊന്നും പണം തന്നാലും ഞാൻ പ്രമാണം വിട്ട്. ഈ പുറമെ പറഞ്ഞത് എങ്ങനെ? ഈ ദൈവവചനമായിരുന്നു. ദൈവം ഹൃദയങ്ങളെ അന്തര്യങ്ങളെ സങ്കീർത്തനക്കാരൻ അങ്ങനെ പറഞ്ഞത്, ദൈവമേ നീ എന്നെ ശോധന ചെയ്തു, എന്നെ നടപ്പും
പിന്നെ 139 ഒന്നല്ലേ? ഒന്ന് വായിച്ചു തരും, പെട്ടെന്ന് വായിച്ചു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു. എന്റെ നിരൂപണം ഈ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ വരെ അറിയുന്നവനാ ദൈവം. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലുമില്ല, ഹൃദയത്തിലുമില്ല. ദൈവം ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണമോ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും അത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. നമ്മളെ നല്ലതുപോലെ ശോധന ചെയ്യുന്നൊരു ദൈവമാണ്. സ്തോത്രം. പുറമെ ഇദ്ദേഹം പറഞ്ഞു, ബാരാക്ക് എനിക്ക് വീട് നിറച്ച് പണം തന്നാലും ഞാൻ പ്രമാണം വിട്ടൊന്നും. ഈ തമ്പുരാൻ ഇവന്റെ ഹൃദയം നോക്കി. നമ്മളെല്ലാം പുറമെ നോക്കി അഭിപ്രായം പറയുന്നവരാ. ഡ്രസ്സ് നോക്കി, മുഖം നോക്കി, മുടി ചീകുന്നത് നോക്കി, മുടി വെട്ടുന്നത് നോക്കി, അല്ലെങ്കിൽ വാച്ച് നോക്കി, മൊബൈൽ നോക്കി, വന്ന വണ്ടിയുടെ വില നോക്കിയൊക്കെയാണ് നമ്മൾ അഭിപ്രായം. ഇല്ല, ഒരാൾ വരുമ്പോഴേ നമ്മൾ വണ്ടി നോക്കും, പിന്നെ അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈല് നോക്കും, ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പകിട്ട് എന്നിട്ട് നമ്മൾ വില വെക്കുക. അതേസമയം വലിയ വണ്ടിയും മൊബൈലും പൈസ ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ അതോ ഒന്നും അറിയാത്തതുകൊണ്ടാണ്? ഉള്ള കാര്യമായി പറയുന്നത് ഇല്ലേ? സഭയിലാണെങ്കിലൊക്കെ ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ അങ്ങനെ ചില പ്രൗഢിയും പത്രാസുകളുടെ ആളാണ് നമ്മൾ പിടിച്ച് മുന്നിലിരുത്തും, പുള്ളിയെ നമ്മൾ കൂടെ കിളത്തും. ചെറിയ കമ്പനി ജോലിയാണ്, വലിയ താല്പര്യമൊന്നും കാണുകയില്ല. ഫാർമസിയും വലിയ ആറിനും ഒക്കെ ആണെങ്കിൽ എല്ലാം എപ്പോഴാണ് നടക്കുന്നത്? 9 അങ്ങനെയാണ്. ഇച്ചിരൂടെ ഗുണമാകുന്നെങ്കിൽ ഇച്ചിരൂടെ ഗുണമാകട്ടെ. നിങ്ങൾ മാത്രമല്ല, ഓൺലൈനിലുണ്ടല്ലോ ചിലത് വെളിയിലൊന്നും ഗുണമാകട്ടെ. പ്രസംഗിക്കുന്ന ഞങ്ങളും ശരിയാകട്ടെ. ദൈവത്തിന് മഹത്വം. നമ്മളെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും നന്നായിട്ട് അറിയാം. ഹൃദയത്തിൽ ഇരിക്കുന്നത് വേറെയാ, പക്ഷെ പുറമേ പറഞ്ഞത് മറ്റൊന്നാ. പുറമേ പറഞ്ഞ് എനിക്ക് വീട് നിറച്ച് പണം തന്നാലും ഞാൻ തമ്പുരാൻ ഈ ചില അസുഖങ്ങൾ സ്കാൻ ചെയ്താലേ പിടി കിട്ടും. ചില അസുഖങ്ങൾ ചില നല്ല ഡോക്ടർമാർക്ക് ചിലപ്പോൾ ലക്ഷണം കാണുമ്പോൾ അറിയാം, എന്നാൽ ചിലത് പിടി കിട്ടുകയില്ല. അതിന് ഡോക്ടേഴ്സ് പറയും ഒന്ന് സ്കാൻ ചെയ്തേച്ച്. നാട്ടിലൊക്കെ ഈ ബിസിനസ് ആയതുകൊണ്ട് ഇവർ പറയുന്നിടത്ത് സ്കാൻ ചെയ്യുക മാത്രമല്ല, വേറെ ഒരു സ്ഥലത്തും കൂടെ കാരണം ഇതിൽ ബിസിനസ്സാണ്. നാട്ടിലൊക്കെ ആശുപത്രിയിലോട്ട് ചെന്ന് ചുമ്മാ നിൽക്കുന്നവരെയും പിടിച്ച് പരിശോധിക്കും. ഒരു പനിക്ക് അങ്ങോട്ട് ചെന്ന ഉടനെ അങ്ങ് പരിശോധനയാണ്. കാരണം മിഷനെല്ലാം മേടിച്ച് വെച്ചിരിക്കുക, വേറെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നത്. അതെല്ലാം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട. ഒരുത്തന്നെ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ പുള്ളിയെ ഓട്ടോയിൽ കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ഓട്ടോക്കാരനെ അവനോട് പുള്ളിയെ അങ്ങോട്ട് കയറ്റിച്ച് അവനോടാണ് പപ്പനെ സ്കാൻ ചെയ്യാൻ. അപ്പൊ ഞാൻ എൻ്റെ ഓട്ടോയിൽ അയാളെ അങ്ങനെയാണ്. എന്തല്ലോ കൃത്രിമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ അതിനെ ഭയങ്കര പരസ്യമാണ് നാട്ടിലൊക്കെ. തിരുവല്ലയിലൊക്കെ നിങ്ങൾ വന്നാൽ കാണാൻ ഭയങ്കര സകല ഹൃദയങ്ങളും പറയും വരുമല്ലോ. വേറൊരു ബോട്ട് കണ്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളെന്ന് ബിലീവേഴ്സ്. നമ്മൾ പുള്ളിയും നമ്മളും എല്ലാം വർഷങ്ങളായിട്ട് പറഞ്ഞ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇപ്പൊ അതെല്ലാം തിരിഞ്ഞു ഒറ്റ വഴിയേ ഉള്ളൂ.
ചില അസുഖങ്ങളെ പിടികിട്ടത്തില്ല, അതിനെ അവർ പറഞ്ഞ സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ ഡോക്ടർ പറയുന്നിടത്ത് ഒന്ന് സ്കാൻ ചെയ്തേക്കണം, ഉടക്കണ്ട. കടം മേടിച്ചാണെങ്കിലും പറയാത്ത സ്ഥലത്തോടൊന്ന് രണ്ടും സെയിം റിപ്പോർട്ടാണെങ്കിൽ ചികിത്സയ്ക്ക് ഏൽപ്പിക്കാം. അല്ലാതെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ കീറിക്കൊള്ളാൻ പറയരുത്. രണ്ട് അപ്പം ഈ പുറമേ പറഞ്ഞു ഗൃഹം നിറച്ച് പണം ഉണ്ടെങ്കിൽ ഞാൻ പ്രമാണം വിടുകയില്ല. അപ്പം തമ്പുരാൻ ഈ 2 സ്കാനിങ്, ബിലിയാമിൻ്റെ ഹാർട്ട് 2 സ്ഥലത്തെ സ്കാനിങ്, 2 സ്കാനിങ് റിപ്പോർട്ട് ഒന്നാണ്. വായിച്ച് 3 വാക്യം വായിക്കണം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും യൂദയുടെ ലേഖനം അതിൻ്റെ 14-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും പിന്നെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും. ആദ്യം പത്രോസിന്റെ 2-ാം ലേഖനം 2-ന്റെ 14, 15 വായിച്ചു. അവർ നേർവഴി വിട്ടുതെറ്റി ബയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ പുള്ളി പറഞ്ഞു ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നു തന്നാലും എനിക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ സ്കാനിങ് റിപ്പോർട്ട് പറയുന്നത് ഇവൻ കൂലി റിപ്പോർട്ട് വന്ന യൂദാ 11. അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചന മതി. 2 സ്കാനിങ് റിപ്പോർട്ടും അങ്ങനെയുണ്ട്. ഞാൻ വേറെ ആരെയും കുറ്റം പറയത്തില്ല, എന്നെ പ്രതിയാക്കി പറയാം. 1-ാം പ്രതി ഞാൻ. പൗലോസ് പറഞ്ഞ പോലെ ആ പാപികളിൽ ഈ പുൾപിറ്റ് നിൽക്കുമ്പോൾ മൈക്ക് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളും എല്ലാം നല്ല വകുപ്പ് പറയും, ഇല്ലേ? പറയും. 1-ാം പ്രതി ഞാൻ. ഈ പറയുന്നത് പോലാണോ ഇത് കഴിഞ്ഞ് നമ്മൾ ആൾക്കാരോട് ഇടപെടുന്നത്? ഒരപ്പത്തിൻ്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും, ശരീരത്തിൻ്റെ അവയവമാണ്. സ്നേഹിക്കണം. അതിനെപ്പറ്റി നമ്മൾ പഠിച്ച് പിന്നെ എല്ലാം നല്ല പഠിത്തം നല്ലതാണ്. അഗാപ്പെ അതെത്രയായിട്ട് പകുത്ത് പറയാമെങ്കിലും അറിയാം. അഗാപ്പെ പറയുന്ന പുള്ളി അനിയനുമായിട്ട് വേണ്ടിയിട്ട് 5 വർഷമായി. വിഷയം എന്നാ? സംസാരിക്കുമ്പോഴേ ഇന്നത്തെ വിഷയം കൂട്ടായ്മ എന്തിനും കൊയിനോനിയ അല്ലേ? അപ്പുറത്തെ സഭ യോഗം വെച്ചാൽ ഉടനെ വാശിക്ക് പറയാൻ വെക്കും. എന്തുവാ വിഷയം എന്നാ? എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം. ഹൃദയം ദൈവം അറിയുക. അപ്പൊ ഈ സംഖ്യാപുസ്തകം 22-ന്റെ 18 പറഞ്ഞു ഗൃഹം നിറച്ച് പണം തന്നാലും ഞാൻ പ്രമാണം വിടുകയില്ല. പക്ഷെ സ്കാനിങ് റിപ്പോർട്ട് 2 സൈമ കൂലി കൊതിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശ്. ഇത് അനീതിയുടേതാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം പണം വേണം. നിങ്ങൾക്കും വേണം, എനിക്കും വേണം, എല്ലാവർക്കും വേണം. നിങ്ങളിവിടെ ജോലി തേടി വന്നത് പണം ഉണ്ടാക്കാനാണ്. അതെ, ദൈവദാസന്മാരാകുന്ന ഞങ്ങളുമൊക്കെ വിസിറ്റിങ്ങിന് വന്നത് ശുശ്രൂഷ ദൈവം തരുന്നതിനനുസരിച്ച് നല്ലൊരു പണമാണ്. അത് കുറ്റമല്ല. പക്ഷേ അനീതികളുടെതൊന്നും കയ്യിൽ കാണരുത്. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത, അവൻ ദൈവവചനത്തിന് നിരക്കാത്തതൊന്നും എന്റെയും നിങ്ങളുടെയും കൈവശം കാണരുത്. ദൈവസന്നിധി കൈ മലർത്തുമ്പോൾ ഇത് വെടിപ്പാലിക്കണം. സ്തോത്രം. ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച്, നാട്ടിലെ ഭാഷ പറയുക, പാര വെച്ച് ഓർപ്പുട വെച്ച് ഉപദ്രവിച്ച് 1 രൂപ നമ്മുടെ കയ്യിൽ കാണരുത്. ഇപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം വന്നിരിക്കുക. യൂട്യൂബ് നല്ല ഉദ്ദേശത്തിനായി ചെയ്യുന്നത്, പക്ഷെ മറ്റുള്ളവരെ തേജോവധം ചെയ്തും അവരെ ആക്ഷേപിച്ചും ഒക്കെ കാശുണ്ടാക്കുക. ഇതൊന്നും ഗുണം വരികയില്ല. സന്തതിക്കും ഗുണം വരികയില്ല. സന്തതിക്കും ഗുണം വരികയില്ല. കാരണം നീതിയായിട്ടുള്ളതാണേ കുഴപ്പമില്ല. ഇപ്പൊ പ്രസംഗം എല്ലാവരും കേൾക്കണം, എല്ലാവരും നന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇടുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അതിനൊരു പ്രത്യേക തലക്കെട്ട് ഈ പുള്ളി അറിയാത്ത രീതിയിലുള്ള തലക്കെട്ടാണ് കൊടുക്കുന്നത്. എന്തിനാ? അനേകർ ഇതിനകത്ത്
ഇത് കണ്ടുകൊണ്ട് കയറണം. അങ്ങനെ കയറുമ്പോൾ ഈ ചെയ്ത പുള്ളിക്ക് പൈസ കിട്ടും. ആ കാശ് അത്ര ഗുണം വരുമെന്ന് തോന്നുന്നില്ല. നല്ലത് ഗുണം വരികയല്ല, യവനും വരികയല്ല, ഇവന്റെ സന്തതിക്കും വരികയല്ല. നിങ്ങളിങ്ങനെ കുറിച്ച് നോക്കുക. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ ദൈവത്തിന് മഹത്വം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും ബിസിനസ് ആണേലും ശുശ്രൂഷയാണേലും ഏത് വിധത്തിലാണേലും പ്രിയരെ, ചതിച്ച് വഞ്ചിച്ച് ഒരുത്തനെ നശിപ്പിച്ച് 10 രൂപ കൈവശം വരരുത്. എളിയവനെ പീഡിപ്പിക്കുകയും ദരിദ്രന് ന്യായമൊക്കെ മറച്ചു കളഞ്ഞ് ഒന്നും വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. അനഭാഗം വിടുക. ബിലിയാമിന്റെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയാണ്. എന്തിനേറെ കാശുമല്ല ഇഷ്ടം പോലെ മേടിച്ചിട്ട് ബാരാക്ക് പറഞ്ഞു, ഈ ജനത്തെ പ്രാഗി കൊല്ലണമെന്ന് പറഞ്ഞു. ഇയാളെ പ്രാകാനായിട്ട് വന്നു. പ്രാകാനായിട്ടാ വരുന്നെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സാണ്. അപ്പം ബാരാക്ക് പറഞ്ഞു, കാശ് മേടിച്ചു വെച്ച് നീ വരെയെല്ലാം അനുഗ്രഹിക്കുക. അപ്പം ബിലിയാം പറഞ്ഞു, എന്നെ വെച്ചാൽ പ്രാഗ, പക്ഷെ വരുന്നത് മുഴുവൻ. അപ്പൊ മറ്റുള്ള ഞാൻ കാശ് കളി കിടക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ ബിലിയാമ് പറയുന്നത് മുഴുവൻ സുഭാഷിതമാണ്, നല്ല കാര്യമാണ്. ശപിക്കാനാ വരുന്നെങ്കിലും വായിന്ന് വരുന്നത് മുഴുവൻ സുഭാഷിതം. അങ്ങനെ എഴുതിയിരിക്കുന്നത് സുഭാഷിതം. 4 വാക്യം വായിക്കണം. 23-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 23-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. 4 വാക്യം വായിക്കണം. 23-ന്റെ 7, 23-ന്റെ 18, 24-ന്റെ 3, 24-ന്റെ 15. 4 വാക്യം വായിച്ചേ. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി. സുഭാഷിതം ചൊല്ലി. നല്ല പദങ്ങളാ. സുഭാഷിതം. ഇനി 18. അവൻ സുഭാഷിതം ചൊല്ലി. അത് നല്ല പ്രയോഗമാ. 24:3. അവൻ സുഭാഷിതം ചൊല്ലി. 15. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി. ശ്രദ്ധിച്ചോ, ഈ 4 വാക്യത്തിലും കൊടുത്തിരിക്കുന്ന പ്രയോഗം സുഭാഷിതം ചൊല്ലി, സുഭാഷിതം ചൊല്ലി, സുഭാഷിതം ചൊല്ലി, സുഭാഷിതം. നല്ല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ബിലിയാമിന്റെ ഉപദേശമാണ്. വെളിപ്പാട് 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം. അപ്പോൾ നിങ്ങൾ, ഞാനും വായിച്ചതാ, സംഖ്യാപുസ്തകം മുഴുവൻ പഠിച്ചാൽ ബിലിയാമിന്റെ ഉപദേശം കാണുന്നില്ല. കാരണം പറഞ്ഞതെല്ലാം സുഭാഷിതമാണ്. ഏതാ സുഭാഷിതം? സുഭാഷിതം, സുഭാഷിതം. ഞാനത് മുഴുവൻ വായിച്ചപ്പോഴെല്ലാം ഇവന്റെ ഉപദേശം ഒന്നും ഇവിടെ കാണുന്നില്ല. എല്ലാം സുഭാഷിതമാണ്. നല്ല കാര്യമാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു പോയി. പക്ഷേ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു അവസാനം കാശ് കൊടുത്ത ബാരാക്ക് പറഞ്ഞ കളി നിർത്തിയേച്ച് നീ ഒതുക്കിയേച്ച് പോകണമെന്ന് പറഞ്ഞു. കാശ് തന്നതാണ്. അപ്പം അവൻ പറഞ്ഞ എൻ്റെ അച്ഛൻ വായിന്ന് വരുന്നതെല്ലാം സുഭാഷിതമാണ്. പിന്നെ അങ്ങനെ ഇതിന് പണിയുണ്ടെന്ന് പറഞ്ഞു. ഇവനിതെല്ലാം പറഞ്ഞ് പോകാൻ നേരത്ത് ഒരു ചെറിയ ഒപ്പിച്ച് പോയി. ഇനി ശ്രദ്ധിച്ച് വിഷയത്തോട് താതാത്മ്യപ്പെട്ട് വേണം വായിക്കാൻ. 24-ാം അധ്യായത്തിന്റെ 23 സ്ഫുടമായിട്ട് ഉറക്കെ ഒന്ന് വായിക്കണം. പിന്നെ അവൻ ഈ സുഭാഷിതവും കൂടെ ചൊല്ലി. അപ്പൊ ശ്രദ്ധിച്ചേ, മറ്റ് 3-4 വാക്യത്തിൽ സുഭാഷിതം. മലയാളത്തിൽ അത് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്തേക്കുന്നത്. പിന്നെ അവൻ ഈ സുഭാഷിതം. ചില വാക്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കണം. ചില വാക്യങ്ങൾ കുറച്ചുകൂടെ ഗ്രഹിക്കണമെങ്കിൽ മലയാള ഭാഷ നല്ലതാ. മലയാളത്തിൽ തന്നെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ എന്നാൽ ചിലത് തമിഴിൽ കുറച്ചുകൂടെ എഫക്റ്റാണ്.
സുഭാഷിതം 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 നല്ല കാര്യം പറഞ്ഞു. പോകുന്ന പോക്കിന് പിന്നെ അവൻ ഈ സുഭാഷിതം, അതാണ് അവന്റെ ഉപദേശം. ഈ സുഭാഷിതം എന്തുവാ ബിലെയാമിന്റെ ഉപദേശം? ബിലെയാമിന്റെ സുഭാഷിതം അത് വെളിപ്പാടിൽ ഇപ്പം വായിച്ചല്ലോ. ഒന്ന്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം, അതാ ഒരു ഉപദേശം, വിഗ്രഹാർപ്പിതം തിന്നണം. രണ്ട്, ദുർനടപ്പ്. അപ്പൊ ഇതിനെപ്പറ്റി വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇവൻ ചെയ്ത വിന. സംഖ്യാപുസ്തകം 31 അധ്യായത്തിന്റെ 16 വാക്യം ഒന്ന് വായിച്ചേ. 31:16. ഉറക്കെ വായിക്കാൻ വന്നു. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശത്താൽ ഒന്ന്, ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനിടയാക്കി. അതാരാ? ബിലെയാം ഒപ്പിച്ചതാ. ഇസ്രായേൽ മക്കൾ യഹോവയോട്. രണ്ട്, അടുത്തത് യഹോവയുടെ സഭയിൽ ബാധ വരാനും ഹേതുവാക്കി. കണ്ടോ? ഇവ മുഖാന്തരം സഭയ്ക്കകത്ത് രണ്ട് പ്രശ്നം. ഒന്ന്, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ദ്രോഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനത്തെ ക്രമീകരണത്തിലേക്കും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും പ്രമാണത്തിലേക്കും നടത്തേണ്ട നടത്തിപ്പുകാര് ജനത്തെ കയറടിച്ച് കെട്ടടിച്ചു വിടുക. അങ്ങനെ വിട്ടാൽ ഇവര് ദൈവത്തോട് ദ്രോഹം ചെയ്യുക. എന്നെ പ്രതിയാക്കി പറയാ, നമുക്ക് കുറച്ച് പൈസ എങ്ങനെയും കിട്ടണം. ആ പൈസയോടുള്ള ആഗ്രഹം കൊണ്ടും ആർത്തി കൊണ്ടും പ്രമാണത്തിന് അയവ് വരുത്തുക. ചില ആൾക്കാർ പറയുന്നത് കേട്ടുണ്ട്, നമ്മൾ 2-3 കൊല്ലം ഇവിടെ ജീവിക്കുന്നു, ഇവനേലും എങ്ങനെയും ഒക്കെ ജീവിച്ചോട്ടെ, നമുക്ക് നമ്മുടെ. ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ കൊച്ചിനെ പഠിപ്പിക്കണം, അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ, എന്തെല്ലാം കാര്യമായി, നമ്മളിനി പ്രമാണ ഉപദേശം പറഞ്ഞു ഇവനെല്ലാം കൂടെ അപായാറിൽ ഇട്ട് നമ്മളെ എങ്ങാനും ഓടിച്ചാൽ കൊച്ചുങ്ങളുടെ ഭാവി നിങ്ങൾ ഞാനിങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് അവനൊക്കെ എങ്ങനെയും ഒക്കെ എങ്ങനെയും ജീവി. നമുക്ക് സ്തോത്രം. ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ ഇവ കെട്ടിയിട്ടുണ്ട്. പക്ഷെ കയറിന് ഭയങ്കര നീളമാണ്. 2 കെട്ടുണ്ട്. ഒന്ന് കഴുതയിൽ കൊണ്ട്, ഒന്ന് സഭ രജിസ്റ്ററിൽ. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ മേയേണ്ടിടത്തെല്ലാം പോയി അങ്ങ് മേയും. ശനിയാഴ്ച ആകുമ്പം വാട്സപ്പിനകത്ത് മെസ്സേജ് ഇടുക, നാളെ കാണുമല്ലോ, വലിക്കുക. മനസ്സിലാകുന്നില്ല. തിങ്കൾ മുതൽ ശനി വരെ വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം കയറി മേയുക. കയറ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. പിടിച്ച് ഞായറാഴ്ച ആകുമ്പോ കമ്പത്തിൽ നിന്ന് കാള ഇറക്കുമ്പോൾ എല്ലാത്തിനും ഹോളിനകത്തോട്ട് പണ്ടൊരാള് പറഞ്ഞിട്ട് ഈ വണ്ടി അധികം ഓടുകയെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് മഹത്വം. ബിലെയാമിന്റെ ഇത് പുള്ളിക്ക് കാശ് വേണം. അതുകൊണ്ട് ജനം ദൈവത്തോട് ദ്രോഹം ചെയ്യുകയോ എന്തേലും ചെയ്തോട്ടെ, എനിക്കത് വിഷയമല്ല. എൻ്റെ പ്രിയപ്പെട്ടവര്, കാശ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കൈ തന്നാലും തന്നില്ലെങ്കിലും, ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും, സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും, സ്തോത്രം, ഇതിന് യാതൊരു അയവും വരുത്തരുത്. മനസ്സിലാകുന്നുണ്ടോ? അയവ് വരുത്തിയാൽ ഭക്തന്മാര് പോകുന്നത് പോലെ പോകാൻ എനിക്ക് നിങ്ങൾക്ക് ഒക്കത്തില്ല. നമുക്ക് അടിസ്ഥാനപരമായ കാര്യമൊക്കെ നടത്തണം. അത് അമേരിക്കയിലാന്നേലും നാട്ടിലാന്നേലും ലണ്ടനിലാന്നേലും കാനഡയിലാന്നേലും ആഫ്രിക്കയിലാന്നേലും എവിടെ ചെന്നാലും ദൈവത്തിന് മഹത്വം. ഇതിനൊരു മാറ്റവും വരുത്തരുത്. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്.
മനസ്സിലായോ? സ്തോത്രം. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, അവിടെ ചെല്ലുമ്പോ എങ്ങനെയാ പ്രസംഗം? ഞാൻ പറഞ്ഞു, ഇവിടെ പറയാൻ പോലെ തന്നെ. പ്ലെയിനെ കയറിയാണെന്നെ പ്രമാണം മാറുമോ? പണ്ടൊരു നല്ല പറഞ്ഞു, കുണ്ട് കാണാൻ തച്ച് കുണ്ട് കാണുമ്പോ കണ്ടമുണ്ടല്ല ദേവലോകം എന്ന് പറഞ്ഞ പോലെ. എടാ, വിമാനത്തെ കയറിയ പ്രമാണം മാറുമോ? ഡ്രസ് ചെയ്യുമ്പോ മാറുമായിരിക്കും. നാട്ടിലെ പോലെ ഇവിടെ തണുപ്പാ, അപ്പൊ ടൈയും ബോട്ടും ഒക്കെ കെട്ടി, അത് തെറ്റൊന്നുമല്ല. ഭക്ഷണത്തിനും വ്യത്യാസം വരും. നാട്ടിലെ ആഞ്ഞലിക്കാ കുരു തിന്നുന്നവരിവിടെ അത് ചുമ്മാ നട്ട്സ് കഴിക്കുക ഇല്ലേ? പണ്ട് നാട്ടില് കിടക്കാൻ നേരത്ത് കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ്, ഇവിടെ കഞ്ഞിവെള്ളമാണോ കുടിക്കുന്നത്? എന്ത് വെച്ചോ? അത് കുറ്റമല്ല. നാട്ടിൽ ചിലപ്പം വീടിന് സാഹചര്യമൊക്കെ കുറവായിരിക്കും. പക്ഷേ ഭക്ഷണത്തിന് മാറ്റം വരാം, ജീവിതചര്യകൾക്കൊക്കെ മാറ്റം വരും. പക്ഷേ വചനത്തിന് ഒരു മാറ്റവുമില്ല. ഏത് രാജ്യത്ത് പാർത്താലും എവിടെ ചെന്നാലും എവിടെയായിരുന്നാലും ഇതിന് യാതൊരു വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലെന്നായി പറഞ്ഞു. ഇനി സ്വർഗത്തിലേക്ക് സ്ഥിരമാണ്. എന്നോടടുത്ത് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ വലിയൊരു വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഗുണമാകാൻ താല്പര്യമുള്ളവന്മാര് വിളിക്കും. എല്ലാരെയും സുഖിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യം നടക്കുകയില്ല. ഇവിടെ ചിലപ്പോ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷെ തണ്ട് വെച്ച വടകും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങോട്ടില്ലേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളോ. സത്യശുദ്ധ പാതയിൽ നടന്നു ജീവനി വന്നിടും സർവവും ഓ നിത്യ നിത്യ സന്തോഷം ഇന്നലെ കറക്റ്റ് 9 ഞാൻ നിർത്തി. 9 നിർത്തി. ഇന്ന് ഒരല്പസമയം മുൻപോട്ട് പോകും. അദ്ദേഹം പറഞ്ഞാൽ എടുത്തോളാം പറഞ്ഞു. അതുകൊണ്ടാണ്. എന്തായാലും കൊള്ളാം. 9:30 മുമ്പ് ആശീർവാദം പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബിലിയാമിങ്ങനെ വാളുകൊണ്ട് വെട്ടുകൊണ്ട് ചാകാൻ ആഗ്രഹം ഭക്തന്മാര് മരിക്കുന്നത് പോലെ അങ്ങനെ മരിച്ചില്ല. അതിന് കാരണമായി പറഞ്ഞു വരുന്നത്, ഭക്തന്മാര് മരിക്കും പോലെ മരിക്കണേ, ഭക്തന്മാർ ജീവിക്കും പോലെ ജീവിക്കണം. ഇവന് ജനത്തെ തെറ്റിച്ചു. ജനത്തെ ഞാൻ എന്നെ പ്രതിയാക്കി പറയുകയാ. 2 കുടുംബമോ 5 കുടുംബമോ 10 കുടുംബമോ 20 ഒക്കെ ആയിക്കോട്ടെ, ജനത്തെ തെറ്റിച്ചു വിടരുത്. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ കാരണക്കാരൻ ബിലിയാമാണ്. ആൾക്കാരുടെ പ്രീതിയും പ്രൗഢിയും പത്രാസും ഒക്കെ നോക്കി ഇതിന് അയവ് വരുത്തരുത്. ഇതിന് അയവ് വരുത്തരുത്. ഇപ്പൊ ചിലര് പിള്ളേരെ പേടിച്ചാ ഇതിനെല്ലാം അയവ് വരുത്തുന്നത്. പിള്ളേരെ സ്തോത്രം മനസ്സിലാകാഴിവെല്ലാം മനസ്സിലായിട്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം ആട്ടെ. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ, 2 സഭയ്ക്കകത്ത് ബാധ വരാൻ ഇവനാ കാരണക്കാരൻ. പോകുന്ന പോക്കിന് പറഞ്ഞു ഉപദേശം ഇതാ, പിന്നെ ഇവന്മാരെ ഒതുക്കാൻ ഒറ്റ പോംവഴിയുള്ളൂ. എന്നാന്ന് ചോദിച്ചു. പോംവഴി ഇതാ,
യുവന്മാരുടെ രീതിയൊക്കെ പ്രത്യേകമാണ്. ഒതുക്കാനൊറ്റക്കാൻ ഇവിടെ മോബാബിയ സ്ത്രീകളില്ലേ ഉണ്ട്. അവരെ ഒരുക്കി യുവന്മാരുടെ ഇടയിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. ലിപ്പിക്കുമൊക്കെ ഇട്ട് നഖത്ത് പെയിന്റും ഒക്കെ അടിച്ച് തത്തി കഴുത്തുമൊക്കെ നീട്ടി ഇറുകണ്ണിട്ട് പട്ടുകച്ചയും പരിമളപ്പെട്ടി തകടുകൂട്ടും മോതിരവും ശാൽവയും ദർപ്പമടവും ശൂപകടവും കണ്ണപടവും മൂടുക അറിയാമല്ലോ. 3:16 ആ പരുവത്തിന് പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങോട്ട്. അന്നേരം ഇവന്മാരെ പ്രൈസ് ആൻഡ് വർഷിപ്പും തീരും, ആരാധനയും തീരും, ഫാസ്റ്റിംഗ് പ്രയറും തീരും. ഇവന്മാർ അന്നേരം വേറെ റൂട്ട് മാറുമെന്ന് പറഞ്ഞു. ഇത് ഈ വിധത്തിൽ അങ്ങോട്ട് ചെയ്തപ്പോ ഇവന്മാര് അന്നേരം ആരാധനയും കൂട്ടായ്മയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ച് മിസ് കോള് വിട്ടു. അപ്പൊ അങ്ങോട്ട് മിസ് കോള് ഹായ്. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളല്ലേ ഇവന്മാരെ വിളിച്ചോണ്ട് പോയി. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കും, നമ്മളുള്ള കാര്യമാണ്. വായിച്ച് സംഖ്യ 25:1. ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ മോവാബി സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അടുത്ത വാക്യം. ഈ മോവാബി സ്ത്രീകൾ ജനത്തെ തങ്ങളുടെ എങ്ങനെയുണ്ട് ഇവന്മാരെ എല്ലാം കൂടെ വിളിച്ചു. അച്ഛാ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വരാം. ചെറിയ അവനെ സഹായം മുടക്കി ഇവന്മാര് പോകും. ഇവിടെ ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. അടുത്തത് ഇവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അന്നേരം പോവും. ഇവര് അവിടെ ചെന്ന് ഭക്ഷിക്കുക മാത്രമാണോ? അടുത്തത് ദേവന്മാരെ നമസ്കരിച്ചു. അങ്ങനെ ഉണ്ടാ പ്രമാണം വിട്ടു. അപ്പൊ ഇതിന് മുഖാന്തരം വിലയാണ്. ഈ സ്ത്രീകളെ ഒരുക്കി വിട്ടപ്പോൾ ഇവര് സ്ത്രീകളിൽ ആകൃഷ്ടരായി അവര് ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഇവർ ഇസ്രായേൽ മക്കൾ പോയി ഭക്ഷണവും കഴിച്ചു, ദേവന്മാരെ വണങ്ങി. അങ്ങനെ ഉണ്ട്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന സ്തംഭമോ സ്തൂപമോ വിഗ്രഹമോ രൂപമോ സാദൃശ്യമോ ഒന്നും പാടില്ല. സ്തോത്രം. ഈ പ്രമാണമുള്ളവരായിപ്പോ ചെന്ന് വണങ്ങി മാത്രമാണോ? കഴിച്ച് വണങ്ങി. അതുകൊണ്ട് സംഭവിച്ചത് സഭയ്ക്കകത്ത് ബാധ വന്നു. എത്ര പേരാ ബാധയാൽ നശിപ്പിക്കപ്പെട്ടത്? 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കാം. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേര് ഒറ്റയടിക്ക്. അപ്പൊ 24,000 പേര് പട്ടുപോകാൻ മുഖാന്തരം കാരണക്കാരൻ ബിലയാമ. സഭയ്ക്കകത്ത് ബാധ ഉണ്ടായി. എന്റെ പ്രിയരെ, ഞാനും നിങ്ങളും മുഖാന്തരം സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. മനസ്സിലായോ? നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളും യോജിക്കാൻ പറ്റാത്തത് കാര്യം ഒഴിഞ്ഞു മാറിയേക്കണം. ഈ വന്ന കാലത്തൊക്കെ അങ്ങനെ ഒക്കും. അതെ, ഒന്നും മിണ്ടാൻ. വചനം പറയുമ്പോൾ തീർത്ത് പറയണം, ഉപദേശം പറയണം. അതല്ല ഞാനീ പറഞ്ഞത്. അല്ലാതെ ഒരു പ്രശ്നത്തിനകത്ത് നമ്മൾ ഇന്ന് തല ചെല്ലുമ്പോൾ ജോർജ് കുട്ടി ഇവിടെ ഒട്ട് ഉപ്പിട്ട് ഫാസ്റ്റേ മാറ്റാൻ എവിടെ വേണ്ടത് വെപ്പാന വേണ്ടത് തങ്കച്ചൻ്റെ അവന് കിട്ടും. അവൻ ഇന്നലെ കിട്ടും. ഒപ്പാൻ്റെ അത് ജോർജ് കുട്ടി ഇടും. പുള്ളി എപ്പോൾ കിട്ടും? പുള്ളി 2 ദിവസം മുമ്പേ ഇട്ടതാ. എല്ലാവരും വിട്ടല്ലേ? നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല പാവത്തുകൾ. സ്തോത്രം. സഭയ്ക്കകത്ത് ഞാനും നിങ്ങളും മുഖാന്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ ദൈവം വിടുകയല്ല. അതിനാ സഭ തങ്കച്ചന്റെയും പാപ്പച്ചന്റെയും ജോർജ് കുട്ടിയുടെയും കറിയാച്ചന്റെയും ജോയിച്ചാന്റെയും ഒന്നുമല്ല. സഭ കർത്താവ്. ഈ നമ്മുടെ സഭയാണെന്ന് പറഞ്ഞ അതിന് ഒപ്പീരല്ല. എന്റെ സഭ, ഞങ്ങളുടെ അച്ചായന്റെ, എന്റെ ചേട്ടന്റെ സഭയാണ്. ഒരാൾ എന്നോട് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, ചേട്ടനെ പല രക്തം ഊറ്റിയെ? സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നത് യേശുവാ. നമ്മൾ ഈ സഭയ്ക്കൊക്കെ കടന്ന് ഈ പ്രശ്നമെല്ലാം പലരും ഉണ്ടാക്കുന്നത് നമ്മുടെയാണെന്ന് പറഞ്ഞ അല്ല, സഭ കർത്താവിന്റെ. അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടാ പറയുന്നത് കേട്ടോ. ഞാൻ മുഖാന്തരം നിങ്ങൾ മുഖാന്തരം സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടാകരുത്. അഥവാ എന്തേലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മുഖാന്തരം അത് പരിഹരിക്കണം. നമ്മൾ മുഖാന്തരം അത്
എരുതിക്കകത്ത് എണ്ണ കോരി ഒഴിക്കരുത്. അഥവാ ഒരാളൊരു പ്രശ്നമായിട്ട് വരിക, ബ്രദറെ നമുക്ക് സഹോദര അങ്ങനൊന്നും അല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകം വീട് എന്നാ അഭിഷേകം ശാന്തമാണ്. ഇത് ഇവിടെ പറഞ്ഞതിരിക്കട്ടെ, വേറെ ആരോടും ചെന്ന് പറയരുത്. ഇന്ന് കൊണ്ട് ഇത് നടത്തണം, മുട്ടായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. ആ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം, അല്ലെ വിക്കലിക്ക് വിട്ടപ്പോൾ ഇതായിരിക്കണം നമ്മുടെ നടപടി. ഇതങ്ങനാണോ മിക്കവരുടെ? ഇത് എല്ലാവരെയും അറിയിച്ചു ഇല്ല, പെട്ടെന്ന് അറിയിക്കില്ല. നമുക്ക് അടിയന്തര കമ്മിറ്റി എവിടെ കൂടും നമുക്ക് ബേബിയുടെ വീട്ടിൽ കൂടാം. ബേബിയുടെ വീട്ടിലാകുമ്പോൾ ആരും നിർത്തുക. ഞാൻ എന്തിനാ നമ്മുടെ മുഖാന്തരം ഒന്നും മരരുത് സഭയ്ക്കകത്ത്. ബിലിയെ വാൾ കൊണ്ട് വെട്ടുകൊണ്ട് മരിക്കാൻ കാരണം രണ്ട് കാരണമാണ്. ഒന്ന്, സഭയ്ക്കകത്ത് ബാധ വരുത്തി. രണ്ട്, ഇസ്രായേൽ മക്കളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് 10 മരിക്കുന്ന പോലെ മരിക്കാൻ സാധിച്ചില്ല. ഹൃദയത്തിലെ ആഗ്രഹം നടന്നില്ല. ഞാൻ പെട്ടെന്ന് നിർത്തുക, 9:30 വരെ എടുക്കുന്നില്ല, നിർത്തുക. ഒരു കാര്യം കൊണ്ട് അതിന് മറുവശം കൂടെ പറഞ്ഞ് നിർത്തിയെങ്കിലേ ഒക്കുള്ളൂ. എന്നാൽ ഹൃദയത്തിലെ ആഗ്രഹം നടന്നൊരു വ്യക്തിയുണ്ട്. അത് ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്താം. ഇന്ന് പകലും ഞാനത് സംസാരിച്ചു. മറ്റാരുമല്ല, 7ാം തലമുറക്കാരനാകുന്ന ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ 21-ാം വാക്യം ഒന്ന് 24 വായിച്ചു. 24 ഹാനോക്ക് ദൈവത്തോട് കൂടെ മതി. അപ്പൊ ഹാനോക്കിന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ മതി. തന്റെ ആഗ്രഹം ദൈവത്തോട്. നിങ്ങൾ 5-ാം അധ്യായം പഠിച്ചാൽ ഈ 5-ാം അധ്യായത്തില് വേദപുസ്തകത്തിൽ 3-4 ഹാനോക്കുണ്ട്. ഇത് 7ാം തലമുറക്കാരൻ ഹാനോക്ക്. കാരണം ആദാമ്, ശേത്ത്, ഏനോഷ്, കേനാനൻ, മകലില്, യാരദ്, ഹാനോക്ക്, പിന്നെ മെഥൂശലേക്ക്, ലാമക്ക്, നോഹ, അങ്ങനെ 10. അപ്പൊ 7ാം തലമുറക്കാരൻ ഹാനോക്ക്. ഈ ഹാനോക്കിന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ. ഇതാണ് ആഗ്രഹം. നല്ല ആഗ്രഹം ദൈവം നിറവേറ്റി തരും. നിങ്ങൾ 5-ാം അധ്യായം പഠിച്ചാൽ അവിടെ ഓരോരുത്തരെ പറ്റി എഴുതിയെടുത്തെല്ലാം ആ കണ്ണിക്ക് തീരുമ്പോ ഇങ്ങനെ, പിന്നെ അവൻ മരിച്ചു. 5-ാം വാക്യം വായിച്ചേ, 5-5. ആദമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരം. പിന്നെ അവൻ മരിച്ചു. അങ്ങനെ പിന്നെ അവൻ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഏനോഷിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. അതാ വായിച്ചു. ഇനി 14. കേനാന്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരം. പിന്നെ അവൻ മരിച്ചു. 17. മഹലീലിന്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അപ്പൊ ഇങ്ങനെ വായിക്കുമ്പോ ഓരോ കണ്ണുകൾ തീരുമ്പോഴെല്ലാം പിന്നെ അവൻ മരിച്ചു. എന്നാൽ 24-ാം വാക്യം വായിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ അവൻ മരിച്ചെന്നല്ല, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ മുമ്പുള്ള എല്ലാവരെയും പറ്റി പറഞ്ഞു നിർത്തുന്നത് പിന്നെ അവൻ മരിച്ചു. തോമാച്ചാൻ ഇത്രയും തപ്പുന്ന കൊള്ളായിരുന്നു. ഇതിനും വേണ്ട തപ്പ്. പിന്നെ അവൻ മരിച്ചു. പക്ഷേ ഹാനോക്കിനെ പറ്റി എഴുതിയിരിക്കുന്നിടത്ത് പിന്നെ മരിച്ചെന്നല്ല, ദൈവത്തിന് മഹത്വം. ആ തലമുറയിൽ ഹാനോക്കിന് ആയുസ് കുറവായിരുന്നു. ആയുസ് കുറവായിരുന്നു. എല്ലാം കൂടെ 360. തന്റെ അപ്പന് യാരദിന് 962 വയസ്സ് ഇല്ലേ? തന്റെ മകൻ മെഥൂശലഹിന് 969. അപ്പൊ അപ്പനും ദീർഘായുസ്, മകനും ദീർഘായുസ്. പക്ഷെ ഹാനോക്കിന് ആയുസ് കുറവാ. ഞാനിന്ന് പകരം പറഞ്ഞു, നമ്മുടെ ആൾക്കാരെന്ന് പറയും, ഓ ഒരു ഭാഗ്യം കേട്ടവനാ. ഭാഗ്യം കേട്ടോ, ചെറുപ്പത്തില്
ചെറുപ്പത്തിൽ പോയത് എങ്ങോട്ടാ? അതാ വിഷയം. ദീർഘായുസ് വരെ ഇരുന്നേച്ച് പോകുന്നത് പരുവക്കാടിലാണല്ലോ. 105 വയസ്സ് വരെ ഇരുന്ന് പോയത് എങ്ങോട്ടാ? നിങ്ങൾ ശ്വാസം പിടിക്കുന്നതിനെ സ്തംഭിക്കുന്നത്. ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. വല്ല അസുഖം വന്നാൽ പിന്നെ അതിന് പ്രാർത്ഥിക്കണം. ഞാൻ വചനത്തിൽ നിന്നൊരു കാര്യം പറയുന്നല്ലേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. എന്റെ ബഹുമാന്യനായ പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്ര കൊല്ലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ നീ എത്ര കൊല്ലം ദൈവത്തോടു കൂടെ ഉണ്ട്? ആ 365 വർഷമേ ജീവിച്ചുള്ളതിൽ 300 വർഷവും ദൈവത്തോടു കൂടെ. 300 കൊല്ലം. ആമോസിന്റെ പർവ്വതത്തിലുണ്ട് 2 പേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? ഞാൻ ഇന്ന് പകലും പറഞ്ഞു, ദൈവം ഹാനോക്കിനോട് ഒക്കുകയല്ല, ഹാനോക്ക് ദൈവത്തോടൊക്കുക. ഇപ്പൊ നമ്മുടെ ആരാധനയിലും കൂട്ടായ്മയിലും ശുശ്രൂഷയിലെല്ലാം നമ്മൾ ദൈവത്തെ ഇങ്ങോട്ടങ്ങ് പ്രവർത്തിച്ചാട്ട പുള്ളി തന്നല്ലാതെ നിന്നെ പുള്ളി പേടിച്ചായിരിക്കും. ഇവനെല്ലാം കൂടെ കയറി. എന്റെ പ്രിയരെ, പ്രാർത്ഥിക്കുമ്പം അപേക്ഷയാ കൊടുക്കുന്നത്. സ്തോത്രം. ചില പ്രാർത്ഥനയൊക്കെ കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോവുക. പണ്ടൊരു കഥ കേട്ടുണ്ട്. ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ കിടന്ന് കൂട്ടി പരക്കം പായും. എന്നാന്ന് ചോദിച്ചു, ഡിക്ഷണറി തപ്പുക. കാരണം ഡിക്ഷണറിക്കകത്ത് പോലും ഇല്ലാത്ത വേട അങ്ങോട്ട് ഇത് അറിഞ്ഞേച്ച് വേണ്ടേ ഇത് മറുപടി കൊടുക്കാൻ. ദൂതന്മാർ പോലെ ഡിക്ഷണറി കൊണ്ടുപോകണോ? ചെറിയ അച്ഛൻ തുടങ്ങി നോക്കണ്ടേ ഇത്. ദൈവത്തിന് മഹത്വം. നമ്മുടെ ആ ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് മഹത്വം. 300 കൊല്ലം ദൈവത്തോട് കൂടെ. തന്റെ ആഗ്രഹം ഒന്നേ ഉള്ളായിരുന്നു, ദൈവത്തോട് കൂടെ. അതായിരുന്നു ആഗ്രഹം. ആഗ്രഹം ദൈവം അങ്ങ് നിറവേറ്റി. ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇനി വന്നേച്ച് പറഞ്ഞു, മോനെ ഹാനോക്കെ, എന്റെ ഭാഷയാ. ഓ എന്തോ അപ്പച്ച, നമ്മളിപ്പോ എത്ര നാളായി നടക്കാൻ തുടങ്ങിയിട്ട്? അവൻ ആരോ പറഞ്ഞു, അപ്പച്ച ഇപ്പൊ 300 കൊല്ലമായി. ഇനി നടക്കണ്ട. അയ്യോ, എന്റെ ആഗ്രഹം എനിക്ക് അപ്പച്ചന്റെ കൂടെ. അതാ പറഞ്ഞു, ഇത് നടക്കണ്ട, ഞാൻ നിന്നെ എടുത്തോട്ട് പോവാ. നിന്റെ ആഗ്രഹം അതല്ലേ എന്നോട് കൂടെ? ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോവുക. പൗലോസ് ഒരു പദം പറഞ്ഞത് നമുക്കെല്ലാം അറിയാം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. നല്ല ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നൊരു ദൈവമാണ്. അതിലെ 9:25 നിർത്തും. 9:00 മുന്നേ നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തും. 9:25 കറക്റ്റാണ്. തന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ നടക്കാൻ. ഒടുവിലെ 300 കൊല്ലം നടന്നു. ഒരു സുപ്രഭാതത്തിൽ ദൈവം പറഞ്ഞു, ഇനി നടക്കണ്ട, ഞാൻ നിന്നെ അങ്ങ് എടുക്കുക. ഈ എബ്രായ ലേഖനം 11:5 വായിച്ചേ. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു. എല്ലാവരും ബൈബിളും ഒക്കെ സിബും ഒക്കെ ഇട്ട് നിർത്തുക. വീണ്ടും സിബൊന്ന് തുറക്കും. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പം അതിനൊരു ചിന്ത, മരണം കണ്ടില്ല. ഈ ഹാനോക്കിന്റെ സമകാലികനായ ലാമേക്ക് ഒരിക്കൽ ഭാര്യമാരോട് വീരസ്യമൊക്കെ പറഞ്ഞു, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വചനത്തിന് ചെവി തരുവീൻ. പറഞ്ഞു പുള്ളി പറഞ്ഞു, ഞാനൊരുത്തനെ കൊല്ലും. വായിച്ച് 19-ാം വാക്യമാണ് പോകുന്നത്.
ആദയും സില്ലയുമായുള്ളവരെ ആ. എന്റെ വാക്ക് കേൾപ്പീൻ. ഏതെങ്കിലും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. നല്ല വചനമാ പുള്ളിയുടേത്. എന്തുവാ വചനം അടുത്തത്? എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും പുള്ളിയുടെ വചനം വരാ, ഞാൻ പകരം ചെയ്യുമെന്ന്. നല്ല വചനമല്ലേ? പത്രോസ് പറഞ്ഞ ദോഷത്തിന് ദോഷവും പകരത്തിന് പകരവും ശകാരം ഒന്നും ചെയ്യരുത്. പകരത്തിന് പകരം ശകാരം ഒന്നും ചെയ്യരുത്. പുള്ളി പറയാം ഞാൻ പകരം ചെയ്യും. അടുത്തത് എന്റെ പരിക്കന് പകരം ഞാൻ ഒരു യുവാവിനെ കൊല്ലും. ഒരുത്തനെ ഞാൻ കൊല്ലും. ഒരു യുവാവിനെ കൊല്ലുമെന്ന്. അപ്പോൾ ചില ഭാഷാന്തരത്തിൽ കൊന്നെന്ന എന്നാൽ ചില വ്യാഖ്യാന വിഷയത്തിൽ പറയുന്നത് ഈ കൊല്ലുമെന്ന് പറഞ്ഞത് ഹാനോക്കിനെ കൊല്ലുമെന്ന്. അതിനൊരു കാരണമുണ്ട്. ഹാനോക്ക് പ്രവചിച്ചതിന്റെ പ്രധാന സന്ദേശം 10 കെട്ട് നടക്കുന്നവർക്കെതിരെയാണ്. യൂദ 14:15 6 മുതൽ 7 ഹാനോക്ക് ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അപക്തിയോടെ ചെയ്ത 10 വിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തവും 10 കെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും 10 കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരുടെ കൂടെ. അപ്പൊ ഹാനോക്കിന്റെ പ്രവചന ശുശ്രൂഷ 10 കെട്ട് നടക്കുന്നവർക്ക് എതിരെയാണ്. ഈ ലാമക്ക് തന്റെ തലമുറകളെല്ലാം 10 കെട്ട് നടക്കുക. ലാമക്കിന് 2 ഭാര്യ, ആദ്യം 4 പിള്ളേര്, യാവാല് യൂബാല് തൂബൽ കൈൻ പെങ്ങള് നയമ, ഗുണ്ടായിസം, ഡിഫൻസ്, പിന്നെ കലാ സംസ്കാരം, ബിസിനസ്, ഇഷ്ടം പോലെ കാശ്, ഗുണ്ട, അങ്ങനെ ആണല്ലോ ഇപ്പം. 6-ാം അധ്യായത്തിൽ ബോധിച്ച പോലെ എങ്ങനെ ബോധിച്ച പോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 17 അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ല, ഓരോരുത്തൻ ബോധിച്ച പോലെ. 21-ാം അധ്യായത്തിലുണ്ട് തനിക്ക് ബോധിച്ച പോലെയും തനിക്ക്. അവൻ ബോധിച്ച പോലെ ഗുണ്ടായിസം, ബിസിനസ് വേണ്ട. പിന്നെ 4-ാം അധ്യായത്തിൽ ഭയങ്കര പണി നടക്കുക. കയ്യിന് പട്ടണം പണി വെച്ച് മോൻ്റെ പേരിടുന്നു. കയ്യിൻ പട്ടണം, ഹാനോക്ക് പട്ടണം. അപ്പം മോൻ്റെ പേര് നോട്ടീസിലൊക്കെ പേര് വെച്ചില്ല. എന്ത് പ്രശ്നമാണെന്നറിയാം. കിട്ടുമ്പോഴേ ആദ്യം നമ്മുടെ പേരുണ്ടോ എന്നാണ് നോക്കുന്നത്, അല്ല യോഗത്തിന്റെ കാര്യമല്ല. പേര്, പ്രശസ്തി, കൂടെ പേര് പറഞ്ഞുകൊണ്ട് വിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷമാണ്. ഇതിനെതിരെ ഹാനോക്ക് നന്നായിട്ട് പ്രവചിച്ചു. ഇത് ലാമക്കിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അപ്പം പറഞ്ഞത് ഇവനെ ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു സുഖമില്ല, തട്ടും. ഒരു ആക്കം വേണ്ട. ഇവനെ ഞാൻ എന്താണ് എനിക്കെതിരെയാ ഇവന്റെ പ്രവചനം, എൻ്റെ പിള്ളേർക്കെതിരെയാ പ്രവചനം. ഞങ്ങളുടെ ചില ശൈലികളും രീതികളുണ്ട്, അതിനെതിരാ പുള്ളി പ്രവചനം. അതുകൊണ്ട് ഇവനെ ഭൂമിക്ക് മേളിൽ. ആത്മീയ ലോകത്തിൽ ഇപ്പം ഇത് തന്നെയാണ് നടക്കുന്നത്. നമുക്കെതിരെ, പിള്ളേർക്കെതിരെ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്നതിനെതിരെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനെതിരെ ആരേലും പറഞ്ഞ അന്നേരം അവനെ തട്ടുക. ഇപ്പൊ തട്ടുന്നത് പള്ളിക്ക് കത്തിയൊന്നും വെക്കുന്നുണ്ട്, വേറെ എന്തെല്ലാം മാർഗം കൊണ്ട് തട്ടാൻ ഇല്ലേ? പിന്നെ ഇഷ്ടം പോലെ തട്ടുക. ഇവന് ഞാൻ കൊല്ലും. ഈ ഹാനോക്കിനെ കൊല്ലുവന്ന് ലാമക്ക് കൊല്ലാൻ നല്ല സാഹചര്യം. പിള്ളേർക്ക് ബിസിനസ്സോ, ഇഷ്ടം പോലെ കാശ്, രാഷ്ട്രീയ തലത്തിൽ പിടി, കുണ്ടായിസം, ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധം. അപ്പൊ കൊല്ലാൻ നല്ല എല്ലാ സാവകാശം ഇണങ്ങിയിരിക്കുക. കലാപുലി പോലെ 3 ആമ്പിള്ളി വരും. അപ്പൊ തട്ടാൻ എളുപ്പമാണ്. പക്ഷെ ഈ പ്രവചന ശുശ്രൂഷ ചെയ്ത് നടക്കുന്ന ഹാനോക്ക് ഇത് അറിയുന്നില്ല. പക്ഷേ ഹാനോക്ക് ആരുടെ കൂടെ നടക്കുന്നോ അവൻ അറിയുന്നു. ഒരു ദിവസം ദൈവം എന്ന് പറഞ്ഞു, ഇനി പോരാൻ പറഞ്ഞു. എബ്രാഹിം വായിക്കാം, മരണം കാണാതെ ഹാനോക്കിനെ വകവരുത്തുവാനും തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാൻ സകല ക്രമീകരണങ്ങൾ ഒരുക്കി ലാമക്കും പിള്ളേരും അക്കാലത്തുള്ള സകല ആൾക്കാരും ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ തന്റെ അഭിഷിക്തനെ ശത്രുവിന് വിട്ടുകൊടുത്തില്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ശത്രുവിന്റെ കയ്യിൽ ദൈവം നിങ്ങളെ കൊടുക്കത്തില്ല. പുത്തന്റെ ഇഷ്ടത്തിന് ദൈവം നിങ്ങളെ ഏൽപ്പിക്കത്തില്ല. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ദൈവം നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ ദൈവം നിന്നെ മറയ്ക്കും. തീർന്നില്ല, നിന്റെ ദൈവം നിന്നെ ഭാരമേൽ ഉയർത്തും. ശത്രു നിങ്ങളെ തൊടുവാൻ
ദൈവമില്ല. നിന്നെ മറക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത, ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ദൈവം. ബിലിയാമിന്റെ ആഗ്രഹം നടന്നില്ല, എന്നാൽ ഹാനോക്കിന്റെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റി. ഓ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ദൈവം. ശത്രുവിന്റെ ഇഷ്ടത്തെ തകർക്കുന്ന ദൈവം. ഓ, നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. വിശ്വസിക്കുന്നവൻ ഇന്ന് രാത്രി സ്വോത്രം ചെയ്യുക. ഭയങ്കരമായ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കച്ചത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റി ശരണമാണ്. ഇന്ന് രാത്രി നമ്മളെ സൂക്ഷിക്കുന്ന, മറക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ദൈവം. അല്പസമയം ദൈവത്തെ സൂക്ഷിച്ചോട്ടെ. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹിതപ്പെടുത്താം. പകരുന്ന വ്യാധിയിലും പകലിലും പകർന്നിട് കൃപമായ ഓ പകരന്റെ ഗണികളിൽ കൈയടിച്ച്
ദിവസങ്ങളിൽ സംബന്ധിച്ച് എല്ലാ ബഹുമാന്യ ദൈവമക്കൾക്കും ഇതുവരെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. തുടർന്നുള്ള യാത്ര ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു കൂട്ടായ്മ ലഭിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിനുപരി നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റി തരും. ബിലിയാമിനെ പോലല്ല, ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ വസിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്നും നല്ല അവകാശവും അന്ത്യവും പ്രാപിപ്പാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തോമാചായൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കണ്ണുകളെ അടച്ച് ഹൃദയത്തെ ഏകാഗ്രമാക്കി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഈ പട്ടണത്തിൽ വിശുദ്ധ പൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ അതിനുശേഷം ഈ സന്ധ്യയുടെ ആമത്തിൽ ഇപ്രകാരം കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഈ പട്ടണത്തിൽ നമുക്ക് സാവകാശം ഒരുക്കിയതിനായി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. കർത്തൃദാസനെ കഴിഞ്ഞ നാളുകൾ വരാൻ ആഗ്രഹിച്ചു. എന്നാൽ എന്റെ മധ്യത്തിൽ സരസ്വണ്ടായി പിന്നെയും കടന്നു വന്നത് അനേകർക്ക് ആശ്വാസമായി തരുവാൻ, അനേകർക്ക് വിടുതലായി തരുവാൻ, അനേകരെ ദൈവത്തിൽ ഉറപ്പിക്കുവാൻ, അനേകരെ നിത്യത്തിലേക്ക് നേട്ടുവാൻ ദൈവം വരുന്ന ദിവസങ്ങളിൽ കർത്തൃദാസനെ ഉപയോഗിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ ഇവിടുത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയാമത്തിനായി നന്ദി, രാത്രിയാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ വാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഞങ്ങളെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം, വിശുദ്ധിയോട്, നിർമ്മലതയോട്, ഏകാഗ്രതയോട്, ദൈവത്തോട് ദൈവത്തെ സേവിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അമാനിച്ച് നല്ലത് പറയിപ്പാനാണല്ലോ പിതാപുത്രൽ കൂടെ ഞങ്ങളെ സ്നേഹിച്ചത്. ഈ പിതാവെ, അതിനു വേണ്ടി ഞങ്ങളെ ഒരുക്കേണ്ടതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിത്യതയിൽ അല്ലെങ്കിൽ നിത്യകാലം പിതാവിനോടുകൂടി ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്ന സഹോദരിമാർക്കായി കുടുംബങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിന്റെ ഹൃദയത്തെ ഒരുക്കണമേ. ആത്മമണവാളൻ താമസിക്കുന്ന തന്റെ വിശുദ്ധ മണവാട്ടിയെ ചേർപ്പാൻ മധ്യാകാശത്തിൽ കടന്നു വരുമല്ലോ. ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അടിങ്ങൾ പിരിഞ്ഞു പോകട്ടെ. പിരിയാത്തവനായ ദൈവത്തിന്റെ സാന്നിധ്യം അടികളോട് കൂടെ ആയിരിക്കണം. വരവിനായി ഞങ്ങളെ ഒരുമിച്ച് ഒരുക്കണം. പ്രത്യാശയാൽ നിറയ്ക്കണം. സകല മഹത്വം, സകല വീഴ്ചയും, സകല ബഹുമാനവും അപ്പിച്ചിരിക്കട്ടെ. സകലവും ഞങ്ങൾക്കായി നിയോഗിച്ച യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തന്നെ. ഈ പകൽക്കാലം, ഈ രാത്രി ദൈവം എന്ന് അനുഗ്രഹിച്ചതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ വിശേഷാൽവാന ശുശ്രൂഷ ഞങ്ങളുടെ ദാസന്റെ കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇത്രയും നേരം വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചതോർത്ത് ദൈവദാസനോട് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഇത്രയും പേരെ കൂട്ടി ഇവിടെ ഒരു ആരാധന നടക്കുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി അതിനുള്ള വഴിയൊരുക്കി 2 ദിവസം കേരള സെൻട്രലിൽ വെച്ചും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടത്തുവാനായിട്ട് ഇന്നലെ ദൈവദാസനിടയാക്കി. മറ്റുള്ള ദൈവദാസന്മാരെ പ്രിയ ബാസി ബ്രദറും അതുപോലെ കടന്നു വന്ന എല്ലാവരോടും നന്ദി. താങ്ക് യു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങളെ ചൊരിയട്ടെ. ഹല്ലേലൂയ. ഇവിടുന്ന് പോകണമെന്ന് ആർക്കും ഇല്ല. അതുപോലെ കർത്താവിൻ്റെ ദാസന് ഹല്ലേലൂയ വചനത്തിൻ്റെതായിരിക്കുന്ന മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ദേവദാസനെ ഓർത്ത് നമുക്ക് ആയുസ്സും ആരോഗ്യം ലഭിച്ച് ഈ ദേശങ്ങളിലെല്ലാം പോയി കർത്താവിൻ്റെ വലിയ ശുശ്രൂഷ ചെയ്ത് ഹല്ലേലൂയ എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും അതിൻ്റെ മധ്യത്തെ ഹല്ലേലൂയ നിലനിന്ന് കർത്താവിന് വേണ്ടി ഫലം കായ്ച്ച് പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും വിശിഷ്യ ദൈവദാസനെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ്.